ഗജാനനം ഭൂതഗണാതിസേവിതം കപിത്തജംബൂ ഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. യാ കുന്ദേന്ദുതുഷാരഹാരധവള യാ ശുഭ്രവസ്ത്രാവൃത യാ വീണാവരദണ്ഡമണ്ഡിതപര യാ ശ്വേതപദ്മാസന യാ ബ്രഹ്മാർച്യുത ശങ്കര പ്രഭൃതിഭർ ദേവൈ സദാ പൂജിത സാ മാം പാതു സരസ്വതി ഭഗവതി നിശേഷജാഡ്യാപഹ. ഓം ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗന സദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗഭർധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. സശംഖചക്രം സകിരീടകുണ്ഡലം സപീതവസ്ത്രം സരസീരുഹേഷണം സഹാരവക്ഷസ്ഥലകൗസ്തുഭശ്രിയം നമാമി വിഷ്ണും ശിരസാ ചതുർഭുജം. യസ്യ സ്മരണമാത്രേണ ജന്മസംസാരബന്ധനാത് വിമുച്യതേ നമസ്തസ്മൈ വിഷ്ണവേ പ്രഭവിഷ്ണവേ നമ. സമസ്തഭൂതാനാം ആദിഭൂതായ ഭൂഹൃദേ അനേകരൂപ അരൂപായ വിഷ്ണവേ പ്രഭവിഷ്ണവേ. ധ്യായേ നിത്യം മഹേശം രജതഗിരിനിഭം ചാരു ചന്ദ്രാവതംസം രത്നാകൽപോജ്വലാംഗം പരശുമൃഗവര ഭീതിഹസ്തം പ്രസന്നം പത്മാസീനം സമന്താൽ സ്തുതാമരഗണേർ വ്യാഘ്രകൃത്യം വസാനം വിശ്വാദ്യം വിശ്വവന്ദ്യം നിഖിലഭയഹരം പഞ്ചവക്രം ത്രിനേത്രം കൈലാസാദ്രിനിഭം ശശാങ്കകലയാ സ്ഫൂർജടാമണ്ഡലം നാസാലോകനതൽപരം തൃണയനം വീരാസനാധ്യാസിതം മുദ്രാടങ്കകുരംഗജാനുവിലസദ്ബാഹും പ്രസന്നാനനം കക്ഷാ ബദ്ധഭുജംഗമം മുനിവൃതം വന്ദേ മഹേശംബരം. ഓം നമ ശിവായ 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 ഓം നമ ശിവായ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഈശ്വരകൃപയും ആയുരാരോഗ്യവും എല്ലാ നന്മകളും ഈ ഹീലിങ്ങും ഞാൻ ഈ നാമത്തിൽ കൂടിയും അതായത് വചനത്തിൽ കൂടിയും ഒക്കെ ഹീലിങ് അയക്കും പവർ. അത് എല്ലാ മക്കളും ഏറ്റുവാങ്ങാൻ ഭക്തിപൂർവ്വം ഇരിക്കാമെങ്കിൽ എല്ലാവർക്കും കിട്ടും. രുക്മിണി മോഹൻ, ശ്രീകല, പ്രസന്ന, കലാനാരായണൻ, ജയ അനിൽ, നിർമ്മല രമേഷ്, ബിജി ബിജു, ജഗദമ്മ, ഗീതാ സോമരാജൻ, താരാ മനോജ്, ഗീതാ നായർ, അമൽ മൈലക്കാട്. ഈ അമൽ മൈലക്കാട് എന്നെ ഇന്നലെയാന്ന് തോന്നുന്നു വിളിച്ചു. അവർ 2 വർഷം കൊണ്ടേ നമ്മുടെ ചാനൽ ഭാഗത്തൊക്കെ വായിക്കുകയും കാണുകയൊക്കെ ചെയ്യുന്നു. പക്ഷേ നമ്മൾ അറിഞ്ഞില്ല. അവർ കമൻസ് ആദ്യമായിട്ടാണ് ഇട്ടത്. കാരണം അവരെന്നെ ഈ ഹീലിങ്ങിനെ പറ്റി പരസ്യം ദേവരാജൻ മാസ്റ്റർ ഇട്ടപ്പോൾ അത് അവർക്ക് കണ്ടതുകൊണ്ട് എന്നെ ഒന്ന് വിളിച്ചു. കാരണം ഒരു പൊടി കുഞ്ഞ് എന്നെ ഇന്ന് ഇത് വീഡിയോ കോളിൽ തന്നെ കാണിച്ചു. കുഞ്ഞിൻ്റെ ദേഹത്ത്, ഈ വെളുത്ത ദേഹത്ത് അവിടെയായി ചുമപ്പ് നിറത്തിൽ ഇങ്ങനെ കുരിപ്പ് പോലെ ആയിട്ട് ചൊറിച്ചില. അത് തൊലിപ്പുറത്തുള്ള എന്തോ ഒരു ഇതാണ്. അതിന് ഉറക്കം
രാത്രിയിലൊന്നും ഉറക്കം ഇല്ല. എപ്പോഴും ഇങ്ങനെ കുഞ്ഞ് ചൊറിഞ്ഞ് ഇരിക്കുക പകലും രാത്രിയിലൊക്കെ. അപ്പോൾ ഈ ചൊറിച്ചിലുള്ളതുകൊണ്ട് എന്നോട് അതിൻ്റെ പിതാവിനും ഈ ഒരു അസുഖം ഉണ്ട്. തൊലിപ്പുറത്തുള്ള എന്തോ ആണ്, ജന്മനാ ഉള്ളതാണ്. അപ്പോൾ അതിന് എന്നോട് പറഞ്ഞൊരു ഹീല് അമ്മ ഒന്ന് അയക്കണം, ഇതുപോലെ അമ്മയുടെ ചാനൽ 2 വർഷം ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, കൊട്ടിയത്താ അവിടെ സ്ഥലം, മൈലക്കാട്. അങ്ങനെ ഞാൻ അങ്ങനെ ഹീലിങ് അയച്ചു. ഇന്ന് എന്നോട് പറഞ്ഞു, അമ്മേ ഇന്നലെ രാത്രി കുഞ്ഞ് നന്നായി ഉറങ്ങിയെന്ന് ആ ഹീല് ചെയ്തപ്പോൾ. അങ്ങനെ പലരും എന്നെ വിളിച്ച് പറയാറുണ്ട്, നമ്മൾ ഹീല് വിട്ടെടുത്ത് എന്തെങ്കിലും നന്മ, അവർക്ക് സന്തോഷമോ സമാധാനമോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടുന്നു. അങ്ങനെ എന്നെ പലരും വിളിച്ച് പറയാറുണ്ട്. ഇതിപ്പോൾ അവർ എൻ്റെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നേരിട്ട് കമൻസ് അറിയത്തില്ല, എങ്ങനെയോ ഇട്ടതാണ്. അപ്പോൾ അങ്ങനെ അത് ഈശ്വരൻ്റെ ഭഗവാന്റെ കൃപ. അതുകൊണ്ടാണ് മക്കളെ പറയുന്നത്, നിങ്ങൾ ഹീല് ഞാൻ നാമത്തിൽ കൂടിയും കാരണം ഈ ഭാഗവതം വായിക്കുമ്പോഴും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ചില സന്ദർഭങ്ങൾ വരുമ്പോൾ അയക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധാപൂർവ്വം ഇരുന്നാൽ നിങ്ങൾക്കൊക്കെ നല്ല സന്തോഷമായിരിക്കും, സമാധാനവും ശാന്തിയൊക്കെ ഉണ്ടാവും, വിഷമങ്ങളൊക്കെ മാറും. അതുകൊണ്ട് പറഞ്ഞതാ. എല്ലാവർക്കും നന്നായി ഇത് മനസ്സിലാക്കാൻ കഴിയട്ടെ. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. ഇനി അതുപോലെ തന്നെയാണ് മുമ്പൊരു കുഞ്ഞ് ഇതുപോലെ ജന്മനാ ഇരട്ട പ്രസവിച്ച 2 കുട്ടികളിൽ ഒരു കുട്ടി നന്നായി പഠിക്കുന്ന കുഞ്ഞ്, 9 വയസ്സുണ്ട്. പക്ഷേ ആ ഇരട്ടയിൽ ഒന്നിന് വിഷമമാണ്. 1.5 വയസ്സിൻ്റെ പ്രായമേ അതിന് ഉള്ളൂ. മലമൂത്രങ്ങളൊക്കെ ഡ്രസ്സിൽ തന്നെ, അതിനറിയില്ല. അതിനും ഇതുപോലെ രാത്രി ഉറക്കമില്ല, കൂവക്കവും വിളി അങ്ങനെയൊക്കെ. അന്ന് 2 ദിവസം ഞാൻ ഹീല് വിട്ടു. 2 ദിവസവും കുഞ്ഞ് നന്നായി മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാതെ അടങ്ങി ഒതുങ്ങി ഇരുന്നെന്ന് 2 ദിവസം എന്നോട് പറഞ്ഞു. പിന്നെ അവർ വേണം ബാക്കി കാര്യം നോക്കാൻ. ഞാൻ എന്നും അങ്ങനെ അയക്കാൻ പറ്റില്ല. അപ്പം ജന്മനാ ഉള്ളതും കൂടാന്ന് ഓർക്കണം. അതും ദൂരെ എവിടേക്കാണ് ഇത്. അപ്പോൾ ഹീലെന്ന് പറയുന്ന സംഗതി എനിക്ക് സത്യത്തിൽ വിശ്വാസം വന്നിട്ടില്ല. ഞാൻ വീണ്ടും മെനങ്ങാന്ന് ഞാൻ ദേവരന്മാരോട് വിളിച്ച് ചോദിച്ച്, ഇങ്ങനെ ദൂരെയൊക്കെ എങ്ങനെയാണ് ഇത് പോകുന്നത്? അത് അമ്മ വിട്ടാൽ പോകും, അമ്മയ്ക്ക് അങ്ങനെയുള്ള കഴിവുണ്ട് എന്നെനിക്ക് വില ഉറപ്പ് തന്ന്. അപ്പോൾ എനിക്ക് ഇന്നങ്ങനെ കോഴിക്കോടെന്ന് ഇന്നാ ഒരു ചാത്തന്നൊന്ന് ഒരാൾ എന്നെ വിളിച്ച്, കോഴിക്കോടേക്ക് ഒരാളിന് വേണ്ടി ആക്സിഡൻറ്റ് വന്ന ഒരു വയ്യാത്ത ഒരാൾ, അതിന് ഞാൻ ഹീലിംഗ് വിട്ടിട്ടുണ്ട്. പക്ഷേ അവരും എല്ലാം അന്നേരം ആശ്വാസം കിട്ടിയാലും അവർ അതിൽ കൂടെ ഈശ്വരാരാധന കൂടെ പോകണം. അല്ല ഇന്നൊരു സന്തോഷം മനസ്സമാനം കിട്ടുമെന്ന് പറഞ്ഞാൽ അത് കളഞ്ഞു പോയാൽ അതില്ല പിന്നെ. കാരണം ജന്മനാ കിട്ടുന്ന ഓരോ രോഗങ്ങളും അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ ആക്സിഡൻ്റൊക്കെ ഭയങ്കര മാനസികമായൊക്കെ ഉള്ളതാണ്. അത് എപ്പോഴും ഈശ്വരാരാധനയിലൊക്കെ തന്നെ ഇരിക്കണം. ഞാൻ കുറച്ച് നേരം നാമങ്ങൾ ചൊല്ലി കേൾപ്പിച്ചുകൊണ്ടിരുന്ന ആ മനുഷ്യനെ, അത് ഭാര്യ, കൊച്ചു പെണ്ണ, 10, 30, 32 വയസ്സേ ഉള്ളൂ. സുരഭി എന്നാ പേര്. ജിഷിത്ത് എന്നങ്ങണ്ട ആ വയ്യാത്ത ആളുടെ പേര്. മനസ്സുകൊണ്ടും വല്ലാത്ത ഇതായിപ്പോയി, ഒന്നും അറിയാൻ മേത്തൊരവസ്ഥയാണ്. എങ്കിലും ഭഗവാന്റെ നാമത്തിൽ ഞാനിങ്ങനെ ഹീല് വിട്ടു. ഞാൻ പറഞ്ഞു, ഇനി എപ്പോഴും പ്രാർത്ഥനയിലൊക്കെ തന്നെ ഇരിക്കണം. കാരണം സംഗീതം തന്നെ കേട്ട് എത്രയോ രോഗികൾക്ക് രോഗം മാറുന്നു. അതുപോലെ ഇത് പ്രാർത്ഥനയിൽ കൂടി കേട്ടൊക്കെ ഇരുന്നാൽ വ്യത്യാസം വരും. ഒരു ഹീല് ചെയ്തെന്ന് പറഞ്ഞ് പെട്ടെന്ന് അത് മാറാനുള്ള രീതിയാണോ? പിന്നെ വല്ല കൊച്ചു വിഷമങ്ങളോ തലവേദനകളോ ഒക്കെ ആണെങ്കിൽ ശരിയാ. അതുകൊണ്ട് ഞാൻ എല്ലാ മക്കളോടും പറയുന്നു, ഇത് നിത്യവും നമ്മൾ ആഹാരം കഴിക്കുന്നത് പോലെ തന്നെയാണ് ആത്മീയമായ ആഹാരം. ഇത് രണ്ടും ഭക്ഷണം തന്നെയാണ്. ആത്മാവിൻ്റെ വിശപ്പും നമ്മൾ ചെയ്യണം, ശരീരത്തിൻ്റെ വിശപ്പിനും ആഹാരം കൊടുക്കണം. അത് മുടങ്ങാൻ പാടില്ല. അതുകൊണ്ട് പ്രത്യേകം പറയാം. കാരണം അത്രയ്ക്ക് എനിക്ക് ഇതിനായിട്ട് മെനക്കെട്ട് ഞാൻ മക്കൾക്ക് വേണ്ടി ത്യാഗം സഹിച്ച് രാത്രി 12, 1 മണിക്കൊക്കെ ഞാൻ ഉറങ്ങുന്നത്, 2 മണിക്കൊക്കെയാണ്. അതുകൊണ്ട് മനസ്സിലാക്കണം, ഇത് അത്രത്തോളം ഞാനത് പറയാൻ എനിക്ക് എല്ലാവരിലേക്കും നന്മ ഉള്ളൊരു ജീവിതം എല്ലാവരും ഉണ്ടാകണമെന്ന് ഓർത്ത് ചെയ്യുന്നതാണ് മക്കളെ. നമുക്ക് ഭഗവാന്റെ ഞാൻ എഴുതിയൊരു നാമം തന്നെ, ആ നാമം നമുക്ക് ഇതൊക്കെയാണ് ഇപ്പോൾ വേണ്ടത്. അതാണ് നാമം. അനുഗ്രഹം നൽകണേ വിശ്വൈകനാഥ, വാഴ്ത്തി സ്തുതിക്കുന്നു ഞങ്ങൾ. കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ. ആരോമലുണ്ണിയായി വന്നു പിറന്നൊരു ലോകൈകനാഥനെ വന്ദിക്കുന്നേൻ.
കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. ഇല്ലത്തെ ദുഃഖങ്ങൾ തീർത്തിട്ടു ഞങ്ങളെ ഉണ്മയിലേക്കു നടത്തിടണേ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. ഈ ലോകമോഹങ്ങൾ ദൂരവേ നീക്കിട്ടു ശാന്തിയിലേക്കു നയിച്ചിടണേ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. ഉണ്ടെന്നുള്ളൊരഹമ്മതി കൂടാതെ താഴ്മയിൽ എന്നെ നടത്തിടണേ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. ഊമയായി എന്നെ നടത്തല്ലേ ദൈവമേ, നാമം ജപിക്കുവാൻ ശക്തി തരൂ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. എത്രയോ ജന്മങ്ങൾ ജനിച്ചു മരിച്ചെന്നതൊട്ടുമേ അറിവെനിക്കില്ലയല്ലോ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. ഏതായാലും ഭക്ത്യാ പാഠം ഞാൻ ചെയ്യുന്നു ഈ ജന്മസുഹൃതം കൈവരിക്കാൻ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. ഐഹിക മോഹങ്ങൾ ഉള്ളിൽ കടക്കാതെ ജ്ഞാനോദയമുള്ളിൽ ഉറച്ചിടണേ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. ഒന്നുകൊണ്ടും ഒരു ദ്രോഹവും ആരോടും ചെയ്യാതെ എന്നെ നടത്തിടണേ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. ഓർമ്മ ശക്തിയും കൃത്യനിഷ്ഠ ജപം ശ്രദ്ധയും വേണം അന്ത്യം വരെ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. ഔവണ്ണമായുള്ള ജീവിത രീതിയിൽ ചൊവ്വോടെ എന്നെ നടത്തിടണേ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. അംബുജലോചന കാരുണ്യവാരിധേ സന്തതം നിൻ പാദം വന്ദിക്കുന്നീ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. അമ്മയും അച്ഛനും അങ്ങു തന്നാണെന്നതുണ്മയായി ഉള്ളിൽ ഓർമ്മ വേണം. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. അമ്മയും അച്ഛനും അങ്ങ് തന്നാണെന്ന് കാണപ്പെട്ട ദൈവമാണ് അമ്മയും അച്ഛനും. ഏത് മക്കളായാലും അമ്മയും അച്ഛനെയും ശ്രദ്ധിക്കാതെയും സ്നേഹിക്കാതെയൊക്കെ ഇരുന്നാൽ പല പല ആപത്തുകളും വിഷമങ്ങളും ഒക്കെ ഉണ്ടാകും. എന്ന ചോദിക്കും, തല്ലിപ്പുള്ളികളായി നടക്കുന്ന പിതാവെന്ന് പറഞ്ഞിട്ട് മാതാവെന്ന് പറഞ്ഞിട്ട് മക്കളെയും കളഞ്ഞ് താൻ തോന്നികളായി നടന്നാൽ അവരെ നോക്കണമെന്നും ശ്രദ്ധിക്കണമെന്നല്ല. മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന അച്ഛനും അമ്മയൊക്കെ ഉണ്ടെങ്കിൽ അവരെ ഈശ്വര തുല്യമായി കാണണം. പിന്നെ കാണാത്ത ദൈവത്തെ പ്രാർത്ഥിക്കാൻ. അല്ലാതെ നമുക്ക് കാണുന്ന ദൈവത്തെ അറിയാതെ സർവ്വ ജീവജാലങ്ങളോടും സഹജീവികളൊക്കെ സ്നേഹവും കരുണയും ഒന്നും ഇല്ലാതെ എല്ലാവരോടും നന്മ പ്രവർത്തിച്ച് മനസ്സാ വാച കർമ്മണ നന്മ കൊണ്ട് നിറയ്ക്കുന്ന ഒരു വ്യക്തിക്ക് എല്ലാ ഗുണഗണങ്ങളും ഭഗവാൻ നൽകും. നമുക്ക് ഭാഗവതം നോക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചത് മൂർത്തിത്രയഭേദ സേവാഫലം. 3 മൂർത്തികൾ ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ്റെയും 3 പേരുടെയും ഭേദങ്ങളാണ്. ആരെ സേവിച്ചാൽ എന്ത് ഫലമാണ് കൊടുക്കുന്നേ അത്. നാരായണൻ എന്താ കൊടുക്കുക, പിന്നെ ശിവനെ പ്രാർത്ഥിച്ചാൽ ശിവൻ എന്താ കൊടുക്കുക, ബ്രഹ്മാവ് എന്താ കൊടുക്കുക, അതിനെപ്പറ്റി വായിച്ചതാണ്. നമ്മൾ എവിടം വരെ വായിച്ചു? ഭഗവാൻ പറയുന്നു, പിന്നെ ഇതായത് രാജസൂയത്തിൽ പിന്നെ അർജുനൻ്റെ ജ്യേഷ്ഠൻ ധർമ്മജൻ, അതായത് യുധിഷ്ഠിരൻ ചോദിച്ചു, നിർവാണതൻ കൃഷ്ണൻ അങ്ങ് അരുൾ ചെയ്തപ്പോൾ പറഞ്ഞു, അതായത് മായാമയൻ കൃഷ്ണവാക്യം ഇതാകുന്നു, നിർമ്മലൻ ധർമ്മജൻ രാജസൂയത്തിങ്കിൽ ധർമ്മപരായണൻ മാധവൻ തന്നോട് സർവകർമ്മ ഗുണധർമ്മങ്ങൾ ചോദിച്ച്, സർവത്തിൻ്റെ കർമ്മത്തിൻ്റെ ഗുണധർമ്മങ്ങളൊക്കെ ചോദിച്ചു ഭഗവാന്റെ അടുത്ത്. ഈ ഓരോ കാര്യങ്ങൾ എന്താണ്? മൽപദം ഭക്തിയാ ഭജിക്കുന്നവർക്ക് ഭഗവാൻ പറഞ്ഞു, ഞാൻ അപ്പോഴേ മാനം അർത്ഥാദി നശിപ്പിക്കുമെന്ന് പറഞ്ഞു കൊടുത്തു. രാജസൂയത്തിൻ്റെ നമ്മൾ മുമ്പ് വായിച്ചതാ. രാജസൂയം നടത്തിയ സമയത്ത് ഭഗവാനോട് ചോദിച്ചു ധർമ്മജൻ, അതായത് യുധിഷ്ഠിരൻ, അതായത് ഭഗവാന്റെ ഓരോ കാര്യങ്ങളെല്ലാം
ധന്യനാവാൻ ശിക്ഷ ചെയ്യുന്നു മാധവൻ. എല്ലാവരും നന്മ കൊണ്ട് നിറയ്ക്കാൻ വേണ്ടി കൊച്ചു കൊച്ചു ശിക്ഷകൾ ചെയ്യും. അതൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഭഗവാന്റെ അടുത്ത് ഇദ്ദേഹം ചോദിക്കുന്നു, ഭഗവാനോട് എന്ത് കർമ്മങ്ങളുടെ ഗുണങ്ങളൊക്കെയാണ് ഓരോ കാര്യങ്ങൾക്ക് എല്ലാവരും നമുക്ക് തരുന്നത്, എങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ സേവിക്കുമ്പോഴാണ് ഓരോരോ ഗുണങ്ങൾ തരുന്നത്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, മൽപദം ഭക്തിയാ ഭജിക്കുന്നവർ. ഭഗവാൻ നാരായണൻ ഇതാ പറഞ്ഞത്, ഭക്തിയാ ഭഗവാൻ കൃഷ്ണനെ ഭജിച്ചാൽ മൽപദം, അതായത് ഭഗവാനെ ഭക്തി കൊണ്ട് ഭജിക്കുന്നവർക്ക് ഭഗവാൻ എന്ത് ചെയ്യും? അപ്പോഴേ എന്ത് ചെയ്യും? മാനവും അർത്ഥാദി ഒക്കെ നശിപ്പിക്കുമെന്ന് പറഞ്ഞു കൊടുത്ത്. അപ്പോൾ അതെന്താ കാരണം? കാര്യങ്ങളുണ്ട്, അതിൻ്റെ കാരണം കൂടെ കേൾക്കണം. ഇത്രയും മാത്രം പോരാ, അതിൻ്റെ ബാക്കി കിടപ്പുണ്ട്. ഈ ഒരു വരി മാത്രം എടുത്ത് പഠിച്ചിട്ട് എല്ലാവരും പറയും, ഭഗവാൻ കൃഷ്ണനെ പ്രാർത്ഥിച്ചാൽ നമ്മുടെ സുഖങ്ങളും ധനങ്ങളും ഒക്കെ നശിപ്പിക്കും. ഇത്ര മാത്രം അങ്ങ് പറഞ്ഞു വയ്ക്കും. ഇതെന്താ കാരണം എന്ന് കിടക്കുന്നത് അത് വായിക്കത്തില്ല. എന്താ അതിന് കാരണം? നശിപ്പിക്കേണ്ട കാര്യം, അർത്ഥം നശിപ്പിച്ച് അനർത്ഥങ്ങൾ തീർത്തിടും. അർത്ഥമുണ്ടായാൽ എന്തുവരും? മതിച്ചു പോമേ വരും. അതുകൊണ്ടാണ് ചെയ്യുന്നത്. അർത്ഥം നശിപ്പിച്ച് അനർത്ഥങ്ങൾ തീർത്ത. അപ്പം അർത്ഥം എല്ലാം നശിപ്പിച്ചിട്ട് അനർത്ഥങ്ങൾ, ദുരിതങ്ങൾ ഉണ്ടാക്കി വയ്ക്കും ജനങ്ങൾക്ക്. ഇന്ന് അങ്ങനെ നടക്കുക. ഇന്ന് ലോകം മൊത്തവും ദുരിതങ്ങളാ. കാര്യം എന്താണ്? ഭഗവാനെ ഭക്തിയാ ഭജിച്ചത് കൊണ്ടൊന്നും അല്ല, ഭഗവാൻ ഒട്ടും തന്നെ ഭജിക്കുന്നില്ല. അതുകൊണ്ടാണ്. പണ്ടൊക്കെ അല്പം ഭക്തി ഉള്ളവർക്കാണ് ചെയ്യുന്നത്. ഇപ്പം ഒട്ടും ഭക്തി എന്ന് പറഞ്ഞതുപോലും ഇല്ല. എപ്പോഴും കാര്യസാധ്യം മാത്രം ഓർത്ത് ഭഗവാനെ സേവിക്കുക. എന്നാലും വേണ്ടിയില്ല, അതും ഇല്ല. അപ്പോൾ എന്ത് വരുന്നു? അർത്ഥമുണ്ടായാൽ മതിച്ചു പോമേ വരും. അപ്പം മതിക്കുന്നുണ്ടാണേ അർത്ഥം നശിച്ചു കളയുന്ന. എന്നാൽ മതിക്കാതിരുന്നാൽ ഭഗവാൻ എടുത്ത് കളയൂ. ഇതിനകത്ത് ആ ഒരു അർത്ഥം വരുന്നില്ലേ? അപ്പം അർത്ഥം, ധനം കൊടുത്താൽ അഹങ്കാരികളായി പോവും. അഹങ്കാരം മൂത്ത് വേണ്ടാത്ത ചിന്തകളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, അർത്ഥമുണ്ടായാൽ മതിച്ചു പോമേ വരും. തന്നുടെ ദ്രവ്യം നശിക്കുന്ന നേരത്ത് തന്നുടെ ബന്ധുക്കൾ കൈവെടിഞ്ഞിടുമേ. അതുകൊണ്ട് ഈ ദ്രവ്യം, ഈ ധനമൊക്കെ നമ്മളിൽ നിന്ന് വിട്ടുപോയാൽ എന്ത് വരും? ബന്ധുക്കളും കൈവഴിയും. ആർക്കും കണ്ടുകൂടാ. അവൻ്റെ അടുത്ത് ആര് പോവും? പണം ഉണ്ടെങ്കിലേ മഹിമയുള്ളൂ. അപ്പോൾ ബന്ധുക്കളും സ്വന്തക്കാരും കൂടും. ഈ സ്വന്തവും ബന്ധവും അകറ്റി നിർത്താനാണ് ഭഗവാൻ ഇങ്ങനെ നശിപ്പിക്കുന്നത്. കാര്യം എന്താണ്? തങ്ങളുടെ ബന്ധുക്കൾ കൈവെടിഞ്ഞിടുമേ. അപ്പോൾ അർത്ഥം നശിച്ചു മിത്രങ്ങൾ വെടിയുമ്പോൾ, ഈ ധനമെല്ലാം പോയി തെണ്ടിത്തിനികളൊക്കെ ആകുമ്പം എന്തുവരും? മിത്രങ്ങളെല്ലാം ഒഴിഞ്ഞു പോകും. സ്വന്തവും ബന്ധുവും സഹോദരങ്ങളും സുഹൃത്തുക്കളും എല്ലാം മാറി അവൻ്റെ ഈ പറഞ്ഞ വ്യക്തിയെടുക്കുന്ന മാറിപ്പോകും. കാരണം വെറും പാവപ്പെട്ടവനായി കഴിഞ്ഞാൽ പിന്നെ ആരും അടുക്കൂ? എന്തെങ്കിലും കാര്യസാധ്യതയ്ക്ക് വേണ്ടിയല്ലേ എല്ലാവരും അടുക്കുന്നത്. അപ്പോൾ എല്ലാവരും അകന്നു പോകും. അങ്ങനെ അകന്നു പോകുമ്പോൾ എന്ത് വരും? അർത്ഥഹീനൻ അവൻ എൻ ഭക്ത സംസർഗം എത്തും. അപ്പോൾ ഈ അർത്ഥം ഇല്ലാതെ വന്നാൽ ഈ സഹോദരങ്ങളും മിത്രങ്ങളും എല്ലാ ബന്ധുക്കളും ഒഴിഞ്ഞു പോകുമ്പോൾ അവൻ എന്ത് ചെയ്യും? അർത്ഥമില്ലാതെ വന്ന് ഇങ്ങനെ വരുമ്പോൾ ഭഗവാന്റെ ഭക്തന്മാരെ സംസർഗം ചെയ്യും. അപ്പോഴും ഇത് ഭഗവത് പാരായണം കേൾക്കണം, എനിക്കും പഠിക്കണം, കേൾക്കണം. അപ്പോൾ സപ്താഹം കേൾക്കാൻ പോകും. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പലതും ഇത് യൂട്യൂബിൽ കൂടെ വന്നാൽ അത് കേൾക്കാനിരിക്കും. അമ്പലത്തിൽ പോയി ഇതൊക്കെ കേൾക്കും. അതിനു മുമ്പാണെങ്കിലോ മതിച്ച് നടക്കും. എന്തിൻ്റെ കുറവാ? എല്ലാ ആഭരണങ്ങളും ആഹാര സുഖങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ പിന്നെ അമ്പലത്തിലെങ്ങനെ പോയി വല്ല കേൾക്കണോ? ഭജിക്കണോ? ഭക്തന്മാരെ കാണണോ? ഒന്നും വേണ്ട. ഇങ്ങനെ സുഖം തേടി നടക്കും ലോകസുഖമായിട്ട്. അതാണ് മതിച്ചു പോകുമെന്ന് പറയുന്നത്. അപ്പോൾ എല്ലാം എടുത്ത് കളയുമ്പോൾ സ്വന്തക്കാരും ബന്ധുക്കാരും വരെ ഒഴിഞ്ഞു പോയി ഒറ്റയ്ക്കാവും. ഈ ഒറ്റയ്ക്കാന്ന് വെച്ചിട്ട് പല രീതിയിലുണ്ട് ഒറ്റയ്ക്കാവുന്നത്. അപ്പോൾ ഈശ്വരനെ ധ്യാനിക്കാൻ തപസ് ചെയ്യുന്നവരെ ഒറ്റയ്ക്കാക്കും, അത് വേറെ കാര്യം. പക്ഷേ ഒരു ധനവും എല്ലാം നശിച്ച് വെണ്ണീറാകുമ്പോൾ എല്ലാവരും ഒഴിഞ്ഞു പോകുമ്പോൾ ഇനി എന്താണ് ആശ്രയമെന്ന് കരുതും. അപ്പോഴാണ് എനിക്കും കേൾക്കണം ഭാഗവതം, എനിക്ക് ഭഗവാനെ അറിയണം, ദുരിതങ്ങൾ മാറണം. അങ്ങനെ എന്ത് വരും? അർത്ഥഹീനൻ അവൻ എൻ ഭക്ത സംസർഗം എത്തും. അപ്പോൾ ഞാൻ പ്രസാദിച്ചു മൽഭക്തി സത്യവും നൽകി നിത്യ അനിത്യ നിർണയം ഇത്യാദിയും തെളിയിച്ചുടൻ സർവവും സച്ചിതാത്മാവാം അർത്ഥാദികൾ വേറില്ല. അപ്പോൾ എന്ത് മനസ്സിലാക്കണം? എന്ത് വരും? അപ്പോഴും ഭക്തന്മാരോട് ചേരും. എവിടെയെങ്കിലും ഭാഗവത പാരായണം കേൾക്കടുത്ത് ഓടിച്ചെന്ന് എത്തിയിരുന്ന് അവർ പറഞ്ഞ കേട്ട് എല്ലാം മനസ്സിലാക്കി ഭക്തി വർദ്ധിക്കും. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്യും? അപ്പോൾ പ്രസാദിക്കും. അങ്ങനെ അർത്ഥഹീനൻ അവൻ എൻ ഭക്ത സംസർഗം എത്തും. അങ്ങനെ സംസർഗം കൊണ്ടേ പറ്റൂ. സജ്ജന സംസർഗത്തിൽ കൂടെ വരത്തുള്ളൂ, അല്ല അറിയില്ലല്ലോ. ഈ ഒന്നും അറിയാത്ത ഒരാൾ
ഈ എല്ലാ ദുഃഖ ദുരിതങ്ങളും എല്ലാവരും കൈ ഒഴിയുമ്പോൾ മാത്രമേ ദൈവത്തെ വിളിക്കുകയുള്ളൂ. ഈ ആരാധനയും പ്രാർത്ഥനയും കേൾക്കാനും പള്ളിയിലായാലും അമ്പലത്തിലായാലും പോകത്തുള്ളൂ. അപ്പോൾ മറ്റ് സജ്ജനങ്ങളോട് കൂടി ചെന്നിരുന്ന് ഇത് കേട്ടും പഠിച്ചും അവർ പറഞ്ഞ വാക്ക് കേട്ടും അങ്ങനെ ഭക്തി വർദ്ധിച്ചിട്ട് അപ്പോൾ എത്തും. അപ്പോൾ അങ്ങനെ യഥാർത്ഥമായ ഒരു ജ്ഞാനിയായി പതുക്കെ പതുക്കെ വരുമ്പോൾ ഭഗവാൻ ചെന്ന് ഭഗവാൻ പ്രസാദിച്ചിട്ട് മൽഭക്തി ഉണ്ടാവും. ഭഗവാനോടുള്ള ഭക്തി വർദ്ധിക്കുമ്പോൾ ഭഗവാൻ പ്രസാദിക്കുകയും ചെയ്യും. സത്യവും നൽകി നിത്യ അനിത്യ നിർണയം. നിത്യം എന്താണ്, അനിത്യം എന്താണെന്നുള്ള പാഠം കിട്ടും. ഇവിടെ എന്താണ് നിത്യം, അനിത്യം എന്താണ്? നിത്യമായി ഉള്ളത് ഒന്നേ ഉള്ളൂ, പരമാത്മാവായ സത്യം. അനിത്യം എന്താ വെച്ചാൽ കാണാതെ മൊത്തം നശിക്കുന്നതാണെന്നുള്ള മനസ്സിലാക്കും. അതിനു മുമ്പ് എന്തുവരും? അർത്ഥം കൊണ്ട് അഹങ്കരിക്കും, ഈശ്വരനെ അറിയില്ല. അതുകൊണ്ടാണ് എല്ലാം ദൈവം എടുത്ത് കളയുന്നത്. അഹങ്കാരം ഇല്ലെങ്കിൽ ഒന്നും കളയത്തില്ല. അഹങ്കാരം കാരണം ഞങ്ങളുടെ നാട്ടിൽ എൻ്റെ അച്ഛൻ വന്നതിന് ശേഷം ഭയങ്കര ഭക്തന്മാരുണ്ട്. ആ നാട്ടിൽ ഏറ്റവും ഉന്നതമായ അക്കാലത്തുള്ള എഞ്ചിനീയറും ഡോക്ടറും വെച്ചാൽ ഭയങ്കര പാടാണ്. അങ്ങനെയുള്ളൊരു കാലം. അവരുടെ എല്ലാം മക്കളൊക്കെ നല്ല ഉദ്യോഗത്തിൽ ഏറ്റവും കൂടി ഉയർന്ന നിലയിലൊക്കെ പഠിച്ചവരാ. അവർക്ക് നല്ല ധനവും സമ്പാദ്യങ്ങളൊക്കെ ഉണ്ടായി. എന്താ പിന്നെ അടുത്ത് കളയണ്ടായിരുന്നു ഇതൊക്കെ? അതെന്താ അങ്ങനെ ആയത്? അപ്പം ഇതിനകത്ത് അർത്ഥമുണ്ടോ? അഹങ്കരിച്ചാലാണ് ഇങ്ങനെ ചെയ്യുന്നത്. അഹങ്കാരമില്ലാത്ത ഒരു ഭക്തനെ ഒന്നും എടുത്ത് കളയത്തില്ല. അതുകൊണ്ട് നിത്യവും നൽകി സത്യവും നൽകി നിത്യ അനിത്യ നിർണയം ഇത്യാദിയും തെളിയിച്ചുടൻ സർവവും സച്ചിതാത്മാവാം. അങ്ങനെ അദ്ദേഹം മനസ്സിലാക്കും. ഈ പാഠം വരും. നിത്യമെന്താണ്, അനിത്യമെന്താണ്, അപ്പം മനസ്സിലാക്കും, തെളിയിക്കും. ഭഗവാൻ തെളിയിച്ച് സർവവും സച്ചിതാത്മാവാം, സർവത്തിലും പരമാത്മാവാണെന്ന് അറിയും ആ ഒരു ഭക്തൻ. അങ്ങനെ ആക്കിയെടുക്കും ഭഗവാൻ. അതിനാണ് ഇന്ന് ദുഃഖ ദുരിതങ്ങൾ എല്ലാവർക്കും കൊടുക്കുന്നത്. പക്ഷെ അറിയാതെ വീണ്ടും അകപ്പട്ടം കിടക്കുക. എന്നിട്ട് ഇത്രയൊക്കെ വന്നാലും ഭഗവാനെ അറിയാനോ യഥാർത്ഥത്തെ കൈക്കൊള്ളാനോ കഴിയത്തില്ല. ഇപ്പോഴും അത് വേണം ഇത് വേണം രോഗം മാറണമെന്നൊക്കെ എന്തെങ്കിലും വന്നാലും അതിനു വേണ്ടി പ്രാർത്ഥിക്കും. യഥാർത്ഥ പ്രാർത്ഥന ആകുന്നില്ല. അതുകൊണ്ട് സച്ചിതാത്മാവാം എന്ന് മനസ്സിലാക്കും. സർവവും അതാണെന്ന്. ഈ കാണാതെ മൊത്തവും സർവത്തിലും തൂണിലും തുരുമ്പിലും സർവ്വ പദാർത്ഥത്തിലും സർവ്വ ജീവജാലങ്ങളിലും എല്ലാത്തിലും സച്ചിതാത്മാവായിരിക്കുന്ന പരബ്രഹ്മമാണെന്ന് നമ്മൾ അറിയും. അങ്ങനെ അറിയുമ്പോൾ അർത്ഥാദികൾ വേറില്ല. ഇതാണ് അർത്ഥം. ഭഗവാനെ അതായത് ആത്മലാഭം. ആത്മലാഭം എന്താണ്? അതിൽ കൂടെ ഒന്നും നമുക്കില്ല. ഈ ആത്മലാഭം വന്ന് നിറഞ്ഞപ്പോൾ നമുക്ക് യാതൊന്നും വേണമെന്നില്ല. സർവ്വതും പരമാത്മാവായി അറിയുമ്പോൾ സർവ്വവും നമ്മുടെ തന്നെയാണ്. നമുക്കെല്ലാം നിറഞ്ഞ് കവിയുന്ന ഒരു അനുഭൂതിയാണ്, എല്ലാം ഉള്ളതുപോലെ. അതുകൊണ്ട് അർത്ഥാദികൾ വേറൊരു അർത്ഥം നമുക്ക് വേണ്ട, വേറൊരു ധനം നമുക്ക് വേണ്ട. അതിൽ പരം ആനന്ദം. നമുക്ക് ആനന്ദവും സന്തോഷവും സമാധാനം ഉണ്ടെങ്കിൽ പിന്നെ എന്ത് വേണം? എത്രമാത്രം ധനം വാരി കൂട്ടിയാലും സമാധാനവും ശാന്തി ഇല്ലെങ്കിൽ എന്താ അർത്ഥമുള്ളത്? അപ്പം എല്ലാം പരമാത്മാവാണെന്ന് സച്ചിതാത്മാവാം, അർത്ഥാദികൾ വേറെ ഇല്ല എന്നും അറിഞ്ഞിട്ട് സച്ചിതാത്മാവ അഹം ഈശനും സർവവും. ഈ സച്ചിതാത്മാവാണ് അഹം, ഞാനും ഈശനും സർവ്വതും എല്ലാത്തിലും ആ പരമാത്മാവാണ്. എന്നിലും നിന്നിലും സർവത്തിലും നിറഞ്ഞു കവിഞ്ഞിരിക്കുന്ന ആ പരബ്രഹ്മമാണെന്ന് നമ്മൾ അറിയുക. അതാണ് സച്ചിതാത്മാവ അഹം ഈശനും സർവവും. അപ്പം ഈശൻ നമ്മൾ തന്നെയാണ്. അത് എന്നിലും നിന്നിലും സർവത്തിലും ആണെന്ന് അറിഞ്ഞ് ഉറപ്പിച്ച് അതങ്ങ് ഉറയ്ക്കും. അങ്ങനെ ഒരു ഭക്തനെ ആക്കിയെടുക്കാനാണ് ഭഗവാൻ ഈ ശിക്ഷ കൊടുക്കുന്നത്. അഹങ്കാരമില്ലെങ്കിൽ ശിക്ഷ കൊടുക്കേണ്ട കാര്യവുമില്ല. എന്തായാലും കുറ്റം ചെയ്യാത്ത ആൾക്ക് ഒരിക്കലും ശിക്ഷ ആരും കൊടുക്കുകയില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. ഒരിക്കലും ഒരു കുറ്റം ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ ശിക്ഷയുള്ളൂ. ഭഗവാനെ അറിയുകയും അതായത് ഉള്ള അറിവനുസരിച്ച് അറിയുമ്പം അഹങ്കാരം ഇല്ലായ്മ അറിവെന്നാണല്ലോ. പക്ഷെ കൂടുതൽ അറിയണമെങ്കിൽ അത് ഭക്തന്മാർക്ക് ഇടപെടാൻ അവർ ചെന്നോളും, ഭഗവാൻ കൊടുത്തോളും. ഒരു നല്ലൊരു ഗുരുവിനെ കൊടുക്കും. പക്ഷേ അഹങ്കാരം വന്നാലാണ് ശിക്ഷ കിട്ടുന്നത്. അഹങ്കാരം എന്ന് വെച്ചാൽ അഹങ്കാരം എന്താണ്? പറയാമേത് പറയുക, അഹങ്കരിക്കുക, അമ്മയും അച്ഛനോട് എതിർക്കുക, ജനങ്ങളോട് എതിർക്കുക, ജീവജാലങ്ങളെ കൊന്നു തിന്നുക, ഇങ്ങനെയുള്ള ഞാനാന്നുള്ള ഭാവം. അതായത് ഞാൻ ദേഹമാണുള്ള അഹങ്കാരം. എനിക്കെല്ലാം സാധിക്കും, ഈശ്വരനൊന്നും വേണ്ട, ഈശ്വരനൊന്നും കഴിവില്ല, എനിക്കാണ് കഴിവ്. ഈ അഹങ്കാരത്തെ പിന്നെ അടികൊടുക്കാതെ എങ്ങനെയാ? ഇതാണ് തെറ്റ്. ഈ തെറ്റ് ഉണ്ടെങ്കിലേ ശിക്ഷിക്കൂ. ഈ ശിക്ഷ കിട്ടിയെങ്കിലേ നന്നാവൂ. അതുകൊണ്ടാണ് നന്നാക്കുന്നത്. അപ്പം ഇപ്പം ഇവിടെ എന്ത് പറയുന്നു? ഇങ്ങനെ സച്ചിതാത്മാവാഹം ഈശനും സർവവും. നമ്മൾ അഹം ഞാനും, അതാ സച്ചിതാത്മാവും ഞാനും അഹം ഞാനും ഈശനും സർവത്തിലും ഇത്തങ്ങ് ഉറപ്പിക്കും. ഒരു ഭേദഭ്രമങ്ങളാം മിഥ്യാ വിചാരം. ഈ മിഥ്യ അറിവില്ലാത്ത വേണ്ടാത്ത വിചാരങ്ങളൊക്കെ മാറി യഥാർത്ഥത്തെ നമ്മൾ ഉറപ്പിക്കും. നാം അതാണ്. എന്നിലും നിന്നിലും സർവ്വചരാചരങ്ങളിലും ആ പരബ്രഹ്മമാണെന്നുള്ള തിരിച്ചറിവുണ്ടായിട്ട് ഹൃദയ ചാഞ്ചല്യങ്ങൾ ശാന്തി വരുത്തി സുഖിപ്പിപ്പവൻ എന്ത് അന്തർമനസ്സ് വേണ്ടും. അങ്ങനെ ഭഗവാൻ എന്ത് ചെയ്യും? ഹൃദയ ചാഞ്ചല്യം എല്ലാം മാറ്റും.
മനസ്സിനെ ചഞ്ചലങ്ങൾ മൊത്തം മാറ്റി നിശ്ചലമാക്കി വയ്ക്കും. ഹൃദയശുദ്ധിയോടുകൂടി ഭഗവാൻ ഏകാഗ്രമായി ധ്യാനത്തിലിരുന്ന് തപസ്സിൽ കൂടി ഈശ്വരനെ യഥാർത്ഥമായി അറിയാനുള്ള ഉറച്ച മനസ്സാക്കി വയ്ക്കും. എടുത്തുചാട്ടമില്ലാതെ മറ്റൊന്നിലേക്കും ലോക ജീവിതത്തിലേക്ക് കറങ്ങി ഓടാതെ മനസ്സിനെ നിഗ്രഹിച്ച് ഇന്ദ്രിയങ്ങളെ നിഗ്രഹിച്ച് അതായത് ഹൃദയ ചാഞ്ചല്യങ്ങൾ ശാന്തി വരുത്തും. നല്ലൊരു ഉറപ്പുള്ള ഒരു ദൃഢനിശ്ചയമുള്ളൊരു വ്യക്തിയാക്കി മാറ്റും. പരമാത്മാവ് അഹം എന്നിലും നിന്നിലും എല്ലാം അതാണെന്ന് ഒരു ഭക്തനെ അങ്ങനെ ആക്കി തീർത്തിട്ട് ശാന്തി വരുത്തി സുഖിപ്പിപ്പവൻ നമ്മളെയൊക്കെ സുഖിപ്പിക്കും. സുഖിപ്പിപ്പവൻ എന്ത് അന്തർമനസ്സി, പിന്നെ അവന് എന്താണ് നമ്മുടെ ഉള്ളത്തിൽ വേണ്ടുന്നത്? അങ്ങനൊരു ഭക്തന് പിന്നീടത്തെ കാര്യമാണ് പറയുന്നത്. അവന് എന്ത് അന്തർമനസ്സിൽ വേണ്ട മോഹം ഒക്കെയും താനേ ഭരിക്കും. അവിടെ പിന്നെ ആരുമല്ല, ഉള്ളത്തിരിക്കുന്ന അഹം ഞാൻ, ആ ഞാനായവൻ ഉള്ളത്തിലുണ്ട്. പിന്നെ അത് തന്നെ ആ ഇരിക്കുന്ന പരബ്രഹ്മം തന്നെ അങ്ങ് നടത്തിക്കോളും. എന്താണ് ആ ഉള്ളത്തിൽ ഭക്തൻ്റെ ഉള്ളത്തിൽ വേണ്ടുന്ന ആഗ്രഹം, മോഹം, ഇതൊക്കെയും അതാണ് ഒരു ഭക്തൻ ഭാവിക്കുന്ന പോലെ ഭവിക്കും. അങ്ങനെ ആയിത്തീരുമ്പോൾ അപ്പോൾ നമ്മുടെ ഉള്ളത്തിൽ നാം തന്നെയാണ് ചിന്തിക്കുന്നത്, ഞാൻ ഇങ്ങനെയാവണം, ഞാൻ അങ്ങനെയാവണം, അത് തന്നെ ഭവിക്കും. ആരാ ഉള്ളത്തിൽ ചിന്തിപ്പിക്കുന്നത്? പരബ്രഹ്മം. നമ്മളത് ആയിത്തീരുന്നു. അഹം ഞാനായവൻ ഞാനാകുന്നു. അപ്പം എൻ്റെ ഉള്ളത്തിലും മറ്റുള്ളവരുടെ ഉള്ളത്തിലും എല്ലാ ജീവജാലങ്ങളിലും സർവ്വചരാചരങ്ങളിലും മൊത്തത്തിലും ആ ഈശ്വരനാണ്, ഈശ്വരൻ എല്ലാത്തിലുമാണെന്നും അത് എന്നിലും ഉണ്ട്. അപ്പോൾ ആ എന്നിലിരിക്കുന്ന ഈശ്വരൻ തന്നെ ഉള്ളത്തിരുന്ന് പറയും, ഇന്നത് ചെയ്യുക, അത് ചെയ്യുക, ഇത് ചെയ്യുക. അവിടെ എന്ത് മോഹങ്ങളാ ആ ഭക്തന് വേണ്ടത്? അവിടെ അന്തർമനസ്സി ഉള്ളത്തിൽ വേണ്ടുന്ന മോഹമൊക്കെയും താനേ ഭരിക്കും. തന്നെ നമ്മൾ തന്നെ മനസ്സിലാക്കും. പിന്നെ അപ്പോൾ വേറൊരു സ്ഥലത്ത് പോയി ഗുരുവായൂരപ്പനവിടെ പോണ്ട, വേറെ അമ്പലത്തിൽ പോണ്ട, ശബരിമലയിൽ പോണ്ട. എന്തിനു പോണ്ടെന്നല്ല, അവിടെ പോയി നമ്മുടെ ആവശ്യങ്ങൾ പറയാൻ പോണ്ട. നമ്മുടെ ഉള്ളത്തിൽ ചിന്തിച്ചാൽ മതി. നാം തന്നെയാണ് അഹം, നാം തന്നെ ആയിക്കഴിഞ്ഞു. ഞാനായവൻ ഞാൻ തന്നെയാണെന്ന് ഉള്ളത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ശബരിമലയിൽ ഇരിക്കുന്ന ഞാനും നമ്മുടെ ഉള്ളത്തിലെ ഞാനും ഞാൻ തന്നെയാണെങ്കിൽ എൻ്റെ ഉള്ളത്തിൽ ഞാനങ്ങ് ചിന്തിച്ചാൽ പോരെ. അതാണ് ഇവിടെ പറയുന്നത്. അന്തർമനസ്സി ഉള്ളത്തിൽ വേണ്ടും മോഹമൊക്കെ. എന്താണ് മോഹം? വലിയ ആനയോടൊന്നും കുതിരയോടൊന്നും ഒരു ഭക്തന് ചിന്തിക്കത്തില്ല. നമ്മുടെ ആവശ്യങ്ങളാ ചിന്തിക്കും. നമുക്ക് എന്താണ് അപ്പോഴത്തെ ആവശ്യം? നമുക്കൊരു ഭഗവാനെ എനിക്കൊരു വീടുണ്ടെന്ന് ഭഗവാനോട് പറയുന്നത് നമ്മുടെ ഉള്ളത്തിൽ പറഞ്ഞാൽ മതി. നമ്മുടെ ഉള്ളത്തിൽ ചിന്തിച്ചാൽ എനിക്കൊരു കുഞ്ഞു വീട് വേണം. നമുക്ക് സാധാരണ ജീവിതത്തിൽ എന്തൊക്കെ വേണം? വലിയ ആഡംബരങ്ങളല്ല, അതൊരു ഭക്തന് ഒരിക്കലും ചോദിക്കത്തില്ല. അതിലൊന്നും അർത്ഥമില്ല, ഇതൊക്കെ നശിക്കുന്നതാണ്. എല്ലാം നമുക്ക് വേണം. അതൊക്കെ ആ ഭക്തന് എന്താണ് ആഗ്രഹം അതെല്ലാം കിട്ടും. ഒരു ഭക്തൻ വേണ്ടാത്ത വലിയ വലിയ കാര്യങ്ങൾ ആഗ്രഹിക്കത്തില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും അത് നമ്മൾ ചിന്തിച്ചാൽ മതി, കിട്ടും. പക്ഷെ സാധാരണ എൻ്റെ മനസ്സിലുള്ളത് നോക്കുമ്പോൾ ഞാൻ അങ്ങനെ ആഗ്രഹിക്കത്തില്ല. എനിക്കിഷ്ടമല്ല. ഉള്ളത് തന്നെ മതി. എന്താ ഉള്ളത് അത് മതി. അതിനപ്പുറം ഞാൻ ചിന്തിക്കില്ല. എന്നെ ചിന്ത ഉണ്ട്. എന്താ? ഇതൊക്കെ ആർക്കും കൊടുക്കണം ചിന്തയുണ്ട്. അത്രയേ ഉള്ളൂ. ഈ പറയുന്ന കാര്യങ്ങൾ ഒരു വരിയെങ്കിലും ഉണ്ടെങ്കിൽ ഒരു മക്കൾക്കെങ്കിലും കൊടുക്കണമെന്നൊരാഗ്രഹം, അതൊരു ആഗ്രഹമാണോ ഒരു വെമ്പലാണോ? എന്താ ഒരു വെമ്പലാണ്. അതുകൊണ്ട് എന്താണ് നമ്മുടെ മോഹം? അത് താനേ ഭരിക്കുമെന്ന. വേറെ ആരും എങ്ങൊന്നും അമ്മ അച്ഛ ആരോടും ചോദിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ഉള്ളത്തിൽ ചിന്തിച്ചാൽ മതി, താനേ ഭരിക്കും. താനേ ഭരിച്ച ജീവൻ മുക്തനായിക്കൊണ്ട്. അങ്ങനെയാണ് നമ്മൾ ജീവൻ മുക്തനാകുന്നത്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മുക്തനാണ്. കാരണം മറ്റൊന്നിലും ആഗ്രഹമില്ലാത്തൊരവസ്ഥ. എന്തെങ്കിലും വേണമെങ്കിൽ നമ്മൾ ചിന്തിച്ചാൽ മതി. ഒന്നുമില്ലോട്ടും ആഗ്രഹിക്കേണ്ട. നമ്മൾ മനസ്സിൽ ചിന്തിച്ചാൽ മതി, എനിക്കതാ ഇന്നത്, എനിക്കല്ലെങ്കിൽ ഇന്ന എന്തെങ്കിലും കാര്യം, അത് നമുക്ക് മനസ്സിൽ കണ്ടാൽ മതി. ആഗ്രഹമല്ലത്. നമുക്ക് വേണ്ട കാര്യങ്ങൾ ആഗ്രഹമല്ല. അതാണ് ഇവിടെ പറയുന്നത്, താനേ ഭരിച്ച ജീവൻ മുക്തനായിക്കൊണ്ട്. ജീവൻ മുക്തൻ വെച്ചാൽ എന്താണ്? ഒന്നിലും ആഗ്രഹമില്ലാതിരിക്കുക. എല്ലാം ഉള്ള തൃപ്തികരമാണ്. എന്നിട്ട് എന്ത് വരും? ജീവൻ മുക്തനായിക്കൊണ്ട് തന്നുള്ള ദേഹ അന്തി, നമ്മുടെ ദേഹം നശിക്കുന്ന അവസാനം മുക്തിയും വന്നിടും. അതാണ് നമുക്ക് കണ്ടു വായിക്കാം. സച്ചിദാത്മാവഹം ഈശനും സർവവും ഇത്ത ഉറപ്പിച്ചു ഭേദഭ്രമങ്ങളാം മിഥ്യാവിചാരം ഹൃദയ ചാഞ്ചല്യങ്ങൾ ശാന്തി വരുത്തി സുഖിപ്പിപ്പവൻ എന്തു അന്തർമനസ്സി വേണ്ടും മോഹം ഒക്കെയും താനേ ഭരിച്ചു ജീവൻ മുക്തനായിക്കൊണ്ട് തന്നുടെ ദേഹാന്തേ മുക്തിയും വന്നിടും. അവസാനം നമുക്ക് മുക്തിയും വരും. എന്താണ് നമ്മുടെ അന്തർമനസ്സ്? എന്താ നമുക്ക് വേണ്ടത്? നമുക്ക് അങ്ങനെ ആക്കിയെടുക്കാനാണ് ഭഗവാൻ ശിക്ഷ തരുന്നതെന്ന് ഇപ്പം മനസ്സിലാക്കിക്കോണം. അത് ഇതിനകത്ത് പറയുന്ന സത്യമായ കാര്യമാണ്. ഈശ്വരനെ ഇപ്പം കുറച്ച് നാണ്ട് ആരും അറിയുന്നില്ല. ഇന്ന് ഈ ടി വിയും കുറച്ച്
പണ്ടത്തെ കണക്കല്ല. കുറേ ഈ യൂട്യൂബും ഇങ്ങനെയെല്ലാം നന്മയ്ക്കോ തിന്മയ്ക്കുമായി. ഇത് യൂട്യൂബ് നല്ലതിനുമാണ്, എന്നാൽ ചിലർക്കത് ദോഷമാണ്. അതുപോലെ ടി വി, ഇതൊക്കെ എന്നും ഈ ആഡംബരം കൂടി അന്നൊട്ട് ഈശ്വരന് അല്പം പോലും സമയമില്ല. സന്ധ്യാസമയത്ത് നാമം ചൊല്ലാനൊരു സമയമില്ല. 6 മണിക്ക് മുമ്പേ ടി വി തുറക്കണം. അതൊക്കെ എന്നത്തെ ശ്രദ്ധ. പിന്നെ എങ്ങനെ നന്നാവും? ഒന്ന് ആലോചിച്ച് നോക്ക്. ശരിയല്ലേ ഞാൻ പറയുന്നതെന്ന്? അതുകൊണ്ട് ഇതൊക്കെ ഒരിണക്കുറ ദോഷമാണ്. എന്നാൽ അതിനിരട്ടി നന്മയായിട്ട് എടുക്കേണ്ടത് നന്മയുമാണ്. അതുകൊണ്ട് അന്തർമനസ്സിൽ വേണ്ട മോഹമൊക്കെയും ഇങ്ങനെ ദേഹം നന്നാക്കി നമ്മളെല്ലാം ഈശ്വരൻ നന്നായി അടിച്ച് തിരുമ്പി നന്നാക്കി എടുത്തിട്ട് എന്തുവരും? നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ താനേ വരും. താനേ നമ്മൾ എടുക്കും. നമ്മളെ ഉള്ളത്തിൽ ചിന്തിച്ചാൽ മതി, താനേ ഭരിച്ച്. അവിടെ പിന്നെ ഭഗവാനെ അത് വേണം, ദൈവമേ ഞാൻ ഇന്ന അമ്പലത്തിൽ വന്ന് വഴിപാടെടുത്താൽ അത് വേണം എന്നൊന്നും പറയേണ്ടതായിട്ടില്ല. പിന്നെ എല്ലാം നമ്മൾ മനസ്സിൽ കണ്ടാൽ മതി, നമുക്ക് സംഭവിക്കും. തന്നുള്ള ദേഹാന്തേ മുക്തിയും മന്ത്രം. നമ്മുടെ ദേഹം പോകുന്ന സമയത്ത് നമുക്ക് മുക്തനായും തീരും. പിന്നെ ജനനം ഇല്ലാതെ. അതിനാണ് ഭഗവാൻ ഇങ്ങനെ നമ്മളെ അടിച്ച് പഴിപ്പിച്ച് അത്രമാത്രം കഷ്ടപ്പെടുത്തി ഭഗവാൻ ഇങ്ങനെ ആക്കുന്നത്. എന്താ കാരണം? ഭഗവാൻ നമ്മുടെ രക്ഷിതാവാണ്. നാരായണൻ മോക്ഷദായകനാണ്. അത് ശിക്ഷ കൊടുത്ത് തന്നെ നന്നാക്കും. നമ്മുടെ അച്ഛനും അമ്മയും എങ്ങനെയാണ് മക്കളെ പഠിപ്പിക്കുന്നത്? അതുപോലെ തന്നെയാണ് എന്നതിന് ഏതുമേ സംശയമില്ലല്ലോ. ഇതിനൊരു സംശയവുമില്ല. ഇതാണ് സത്യം. എന്നെ വേറെ എന്നിട്ട് പിന്നെ പറയുന്നത് എന്താണെന്ന് അവിടെ ശ്രദ്ധിച്ചോണം. എന്നെ വേറെ, അത് ഭഗവാനെ വേറെ, ധനാദ്യാദികൾ വേറെയായി തോന്നിയും എന്നെ ഓരാതെ ഒരു മൂഢരെ നന്നായി ശിക്ഷിച്ച് പിന്നെ മമപദം നന്നായി നൽകും. അതിനുള്ള സംശയം അങ്ങനെയും ചെയ്യും. എങ്ങനെയാ? എന്നെ വേറെ, ഭഗവാനെ വേറെ കാണും, ധനാദ്യാദികൾ വേറെ കാണും. ധനങ്ങളും സുഖ സൗകര്യങ്ങളെല്ലാം എൻ്റെ ചുണ കൊണ്ടാണ്, ഇതൊന്നും ദൈവത്തിൻ്റെ കഴിവേ അല്ല. മനസ്സിനകത്ത് ഇങ്ങനെ അഹങ്കാരം ഇരിക്കും ചിലർക്ക്. ഇതൊക്കെ ഞാൻ എൻ്റെ കാലുക്കും കൈക്കും നല്ല ആരോഗ്യമുണ്ട്, ഞാനങ്ങ് മറ്റതാ മറിച്ചതാ, ഞാൻ ഇന്ന പോലെ എൻ്റെ ഭാര്യ എൻ്റെ മക്കളൊക്കെ നന്നായി നോക്കുന്നുണ്ട്, എനിക്ക് ഇന്ന ധനങ്ങളൊക്കെ വാരി കൂട്ടിയിട്ടുണ്ട്. ഭഗവാൻ വേറെ. അത് ഭഗവാൻ ഇപ്പം എന്തുകൊണ്ട്? ഭഗവാന് എവിടെയെങ്കിലും പോയി ഇരിക്കട്ടെ, അങ്ങനെ ചിന്തയേ ഇല്ല. കാരണം ഇതൊന്നും ഭഗവാൻ കൊടുത്തതേ അല്ല എന്നുള്ള ചിന്തയിൽ നടക്കുന്നവർക്കുള്ള കാര്യമാണ് ഈ പറയുന്നത്. ഒരു ഭക്തൻ എന്താണ്? ഈ സംസാരിക്കുന്നത് പോലും ഭഗവാനാണ്. ഈ പറയുന്നതും ഈ പ്രവർത്തിക്കുന്നതും ഇതെല്ലാം ഈശ്വരനായിട്ട് വെച്ച് നമ്മൾ ഭഗവാൻ അർപ്പിച്ച് ഭഗവാൻ ചെയ്യുന്നു. നാം ഒന്നും തന്നെ ചെയ്യുന്നില്ല, സർവേശ്വരനാണ് ഇതെല്ലാം നടത്തുന്നത്, നമുക്ക് യാതൊരു കഴിവുമില്ല എന്നൊരു ഭക്തന് വിചാരിക്കുമ്പോൾ ഇവിടെ മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നു? എന്നെ വേറെ, അത് ഭഗവാനെ വേറെയായിട്ട് കാണും, അന്യനായിട്ട് കാണും. ഒരു ഗുണവും ചെയ്യാത്തൊരു ഏതോ ഒരു വ്യക്തിയെ പോലെ കണ്ടിട്ട് ധനാദ്യാദികൾ എനിക്കുള്ള ഇതൊക്കെ എൻ്റേതാണ്, എനിക്കിതൊക്കെ ചുണയാന്നുണ്ട കണ്ടിട്ട് തോന്നിയും എന്നെ ഓരാതെ, എന്നെ അറിയാതെ, ഭഗവാനെ അറിയാതെ ഒരു മൂഢരെ, അങ്ങനെയുള്ള മൂഢന്മാർക്കാണല്ലോ ഇത്, അങ്ങനെയുള്ള മൂഢരെ നന്നായി ശിക്ഷിക്കും. നല്ലതുപോലെ അടിച്ചൊടിച്ച് മടക്കിയിട്ട് വലിച്ചിഴച്ച് ശരിയാക്കി എന്നിട്ട് വരും പിന്നെ മമപദം നന്നായി നൽകും. അതില്ല സംശയം. അങ്ങനെ ഇഷാറ എണ്ണിച്ച് ഭഗവാനേ മതിയെന്നും പറഞ്ഞ് അവിടെ ഊരുണ്ട് നിലവിളിച്ച് കരഞ്ഞ് എനിക്കിനി ഭഗവാനല്ലാതെ മറ്റാരുമില്ല, ഇങ്ങനെ മമപദം ഭഗവാന്റെ പാദത്തിൽ വേണ്ടി കെട്ടിപ്പിടിക്കുമ്പോൾ ഭഗവാൻ നന്നായി നൽകും. എന്താ? ഭഗവാന്റെ പാദത്തിൽ ചേർക്കും. ഇനി നീ എൻ്റെ മകനാ എന്നവർ ഭഗവാൻ അത് വേണ്ടത് കൊടുക്കും. മമപദം നന്നായി നൽകും. അതിനില്ല ഒരു സംശയമില്ല, അങ്ങനെയും ചെയ്യും. കാരണം അഹങ്കാരം മൂത്ത് എല്ലാം നമ്മുടെ കഴിവാണെന്നും ഇതിനകത്ത് യാതൊരു പങ്കുമില്ല, ഭഗവാൻ നമുക്ക് വായുവും വെള്ളവും ഒന്നും തരുന്നില്ല, ഭഗവാൻ വെറും എന്തോ ചിന്തിക്കത്തു കൂടിയില്ല, ഇതൊക്കെ എൻ്റെ കഴിവാണ്, ഈശ്വരൻ്റെ കഴിവേ അല്ല. ഇങ്ങനെ അഹങ്കരിച്ച് നടക്കുന്നവർക്കാണ് പറയുന്നത്. എന്താ പറയുന്നത്? എന്നെ വേറെ, ധനാദ്യാദികൾ വേറെ, ഞാൻ വേറെ, ഈ ധനധാന്യാദികളും ഈ ദേഹങ്ങളെല്ലാം എൻ്റെ കഴിവാണെന്ന് പറഞ്ഞ് വേറായി ചിന്തിക്കുന്നേ തോന്നി എന്നെ ഭഗവാനെ ഓരാതെ, ഭഗവാനെ അറിയാത്ത മൂഢരെ, അറിയാതൊരു മൂഢരെ, യാതൊരു വിവരമില്ലാത്ത മൂഢന്മാരെ എന്ത് ചെയ്യുന്നു? നന്നായി ശിക്ഷിച്ച് പിന്നെ മമപദം ശിക്ഷിച്ചിട്ടേ കൊടുക്കും. ശിക്ഷിക്കുമ്പോൾ തനിയെ നന്നായി വരും. അത്രയ്ക്ക് നല്ല ശിക്ഷയായിരിക്കും കൊടുക്കുന്നത്. കാരണം ഒരു കൊച്ചടിയൊക്കെയാണെങ്കിൽ നന്നാവത്തില്ല. ഈശ്വരൻ്റെ അത്രത്തോളം ഇത്രയെല്ലാം അഹങ്കരിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് തിരിഞ്ഞു വരണമെങ്കിൽ അത്രത്തോളമുള്ള അടിയാവണമെന്ന് ചിന്തിച്ചോണം. നിങ്ങൾ മനസ്സിലാക്കിക്കോണം. മനസ്സിലാക്കാൻ എന്തിനാ? ഇങ്ങനെ അഹങ്കരിക്കാതിരിക്കാൻ വേണ്ടി പറയുക. അപ്പോൾ നന്നായി നൽകും. അതിലെ സംശയം ഭഗവാൻ പിന്നെ ചേർത്ത് പിടിച്ചോളും. നന്നായി വരുമ്പം നല്ല സുഖം പിന്നെ കൊടുക്കും. കാരണം പഠിച്ച് ഈശ്വരനെ അറിയും. പിന്നെ ഈ മൂഢന്മാർക്ക് ആദ്യം പറ്റുന്ന അമളി ഇതാ, അവരെ നന്നാക്കി എടുക്കാൻ ഭഗവാൻ നല്ല ശിക്ഷ കൊടുക്കും.
അപ്പോഴും പിന്നെ ഭഗവാൻ നന്നായി അവരെ സ്നേഹിച്ച് ഭഗവാന്റെ പദത്തിലേക്ക് ചേർക്കും. അതിനൊരു സംശയമില്ല. എല്ലാമേ ഞാനെന്ന ജ്ഞാനഭക്തി ആദിയിൽ, എല്ലാമേ ഞാനെന്ന ജ്ഞാനഭക്തി ആദിയിൽ നല്ലവണ്ണം കണ്ട് സേവിപ്പ് അവരുടെ പിന്നാലെ നിന്നവർ പാദത്തെ സേവിച്ച് തന്നെ കാമങ്ങൾ അവരെ അടയുന്നു. എന്നാൽ ഇങ്ങനെ എല്ലാം ഞാനെന്ന ഭാവം, സർവ്വതും പരമാത്മാവ് ഞാനായവൻ എന്നിലും നിന്നിലും എല്ലാം ഉണ്ടെന്ന് അങ്ങനെ അറിയുന്നൊരു ഭക്തനെ, അത് എല്ലാമേ ഞാനെന്ന ഭാവം, എല്ലാം ഭഗവാനാണ്, എന്നിലും തന്നെ സർവത്തിലോ തന്നെ പരമേശ്വരൻ അല്ലാതെ മറ്റൊന്നുമില്ല. ഈ പറയുന്നതും കേൾക്കുന്നതൊക്കെ ഭഗവാനാണ്. അങ്ങല്ലാത്ത യാതൊന്നും നമുക്ക് യാതൊരു കെൽപ്പുമില്ല. എന്നിൽ വസിക്കുന്ന ഭഗവാൻ തന്നെയാണ്. അവിടെ എല്ലാം അർപ്പിക്കുന്നത്, യാതൊരു ഫലങ്ങൾ ആഗ്രഹിക്കാതെ സേവിക്കുന്നു അങ്ങനെയുള്ള ഭക്തന്മാർ എന്ത് ചെയ്ത് ജ്ഞാനഭക്തിയാദി, അത്രത്തോളം അറിവുണ്ട ഭക്തിയിൽ തന്നെ മുഴുകുന്ന ഭക്തന്മാരെ ജ്ഞാനഭക്തിയാദിയിൽ നല്ലവണ്ണം കണ്ട് സേവിപ്പ് അവരുടെ അങ്ങനെ സേവിക്കും, ഭഗവാനെ സേവിക്കും. ഇതൊരു സേവയാ മക്കളെ. ഇത് നിങ്ങൾക്ക് അതായത് ഭഗവാന്റെ ഭക്ത മക്കളാണ് നമ്മളെല്ലാവരും. ഒന്നീ ഇത് കേൾക്കുന്ന നിങ്ങളും ഭക്തര്, ഇത് പറയുന്ന ഞാനും ഭക്തര്. അപ്പം അങ്ങനെയുള്ള ഭക്തിയാതിൽ പ്രവർത്തിക്കുന്ന നമ്മൾ ഇരു കൂട്ടരും, ഞാനും നിങ്ങളും എല്ലാവരും എന്തു വരുന്നു, നല്ലവണ്ണം കണ്ട് സേവിക്കുകയാണ്. നിങ്ങൾ ഭഗവാന്റെ വചനങ്ങൾ കേട്ട് സന്തോഷിച്ച് നിങ്ങൾ നിറയുന്നു. നിങ്ങൾക്കും കഴിയുന്നതൊക്കെ നിങ്ങൾക്ക് അറിവുള്ളവർ നിങ്ങൾ മറ്റുള്ളവർ കൊടുക്കുന്നത് ഷെയർ ചെയ്ത് കൊടുക്കുന്നില്ലേ? നിങ്ങൾ ഇതൊക്കെ തന്നെ നിങ്ങൾക്ക് പറയാൻ അറിയത്തില്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ള സഹോദരങ്ങൾ വെച്ചാൽ ലോകത്തുള്ള എല്ലാവരും സഹോദരങ്ങളാണ്. നിങ്ങൾക്ക് അറിവുള്ളവർക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ സേവിക്കും ഭഗവാനെ. നിങ്ങൾ സേവിക്കുന്ന അങ്ങനെയാണ്. ഓരോ കമൻസ് ഇട്ടവ എല്ലാവരും ഇത് മനസ്സിലാക്കി കാണുമ്പോൾ അതൊക്കെ കണ്ടും എനിക്കും ഇത് പഠിക്കണം, എനിക്കും ഇത് കാണണം, എനിക്ക് ഭഗവാനെ അറിയണം. ഇങ്ങനെ നമ്മൾ കൊടുക്കാതെ എങ്ങനെ അവരറിയും? അപ്പം സേവിക്കുക എന്ന് പറഞ്ഞാൽ ഒരു രീതി മാത്രമല്ല, അവരവരാൽ ഒക്കുന്ന രീതിയിലാണ് സേവിക്കുക. ഒന്ന് ധനം കൊണ്ട് സേവിക്കണം, ഇല്ലെങ്കിൽ ഇതുപോലെ വിദ്യ എന്തെങ്കിലും അറിവുള്ളതിന് മറ്റുള്ളവർ കൊടുക്കണം. അത് അറിവില്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു യൂട്യൂബിൽ കൂടെ മറ്റൊരു കുട്ടിക്കോ അങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ ഒരാൾ നന്നാവട്ടെ. ഒരു ജീവനെ നേടി അത്രയും ഭഗവാനൊക്കെ ചെല്ലുമ്പം നിങ്ങൾ നല്ലവണ്ണം ഭഗവാനോട് ഭക്തിയായിട്ട് പറയാം, ഭഗവാനെ ഞാൻ ഒരു കുട്ടിയെ നേടി, ഒരു ആത്മാവിനെ ഞാൻ നേടി എന്ന് പറഞ്ഞൂടെ? അപ്പം നമുക്ക് കുറ്റക്കാരാവത്തില്ല. അതുകൊണ്ട് ഭക്തിയാതിൽ നല്ലവണ്ണം കണ്ട് സേവിപ്പ് അവരുടെ പിന്നാലെ എന്ത് വരും? അങ്ങനെ ഉള്ളവരുടെ പിന്നാലെ നിന്ന് അവർ പാദത്തെ സേവിച്ച് തന്നെ കാമങ്ങൾ അവരെ അടയുന്നു. എല്ലാ ആഗ്രഹങ്ങളും തീർത്ത് നല്ല സുന്ദരമാക്കി തീർക്കുന്നു ഇങ്ങനെ ഭക്തന്മാരെ. എന്നിട്ട് എന്ത് വരുന്നു? എൻ്റെ ഭക്തർക്ക് കാമമില്ല എങ്കിലും അവരുടെ പിന്നാലെ അവർക്ക് എല്ലാ ആഗ്രഹങ്ങളും എല്ലാം നിർവൃതി അവർ മുക്തരായി തീർന്നു എങ്കിലും, അവർക്ക് ആഗ്രഹമില്ല എങ്കിലും എന്നെ വേണ്ടി സർവസിദ്ധി കാമങ്ങളും എൻ്റെ ഭക്തരെ ചെന്ന് സേവിച്ചിടും. ഭഗവാന് വേണ്ടി സേവിക്കുന്നു, ഭഗവാന്റെ കാര്യങ്ങൾക്ക് വേണ്ടി, ഭഗവാന്റെ ഭക്തർക്ക് വേണ്ടി ഈ സേവ ചെയ്യുന്ന അവരെ മറ്റു രീതിയിൽ ഒരു ആഗ്രഹം ഇല്ലെങ്കിൽ പോലും സർവസിദ്ധി കാമങ്ങളും എന്നോട് ഭക്തരെ, ഭഗവാന്റെ ഭക്തന്മാരെ ചെന്ന് സേവിച്ചിടും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ ഭാവിക്കുന്ന പോലെ ഭവിക്കും. എനിക്ക് ആഗ്രഹമില്ല എങ്കിലും സർവ്വതും എനിക്ക് വേണമെന്നുള്ള, എനിക്ക് എന്താണ് ആവശ്യങ്ങൾ എൻ്റെ പുറകേ വന്നു ചേരും. എല്ലാ ആഗ്രഹസിദ്ധികളെല്ലാം എന്തിനു വേണ്ടിയാണ്? ഭഗവാനെ സേവിക്കുന്നതിൻ്റെ. നമുക്ക് ആഗ്രഹമില്ലാത്തത് എന്തുകൊണ്ടാണ്? ഭഗവാൻ മതി, അതുകൊണ്ടാണ്. പക്ഷേ മറ്റെന്തുണ്ടെങ്കിലും നമുക്കുള്ള പുറകെ വരും, ഭഗവാൻ തരും. അതാണ് എല്ലാം എന്നെ വേണ്ടി, ഭഗവാനെ വേണ്ടി സർവസിദ്ധി കാമങ്ങളും ഭഗവാന്റെ ഭക്തരെ, അതായത് നമ്മളെ ഓരോരുത്തരുടെയും അടുക്കലേക്ക് വരും. എന്താണ് സിദ്ധി, എന്തൊക്കെയാണ്? അതൊക്കെ നമുക്ക് ഇപ്പം ഈ പറയുന്നത് ഒരു സിദ്ധിയാണ്. അതാണ് എനിക്ക് ആവശ്യം. മറ്റുള്ള ഭക്തന്മാർക്ക് എന്താണ്? അവർക്ക് അത് കിട്ടും. എല്ലാം പുറകെ വരും. എനിക്ക് കുറേ പണം വേണമെങ്കിൽ അത് വരും, എനിക്ക് ഇതൊക്കെ കൊടുക്കണമെങ്കിൽ അത് വരും. എന്താണ് എൻ്റെ അത് പുറകെ കിട്ടുമെന്നാണ്, ഒന്നിനും തടസ്സമില്ല. അതിൻ്റെ ഉദാഹരണം വള്ളിക്കാലമ്മയുടെ അത് ചിന്തിച്ചാൽ മതി. അമൃതാനന്ദമയി അമ്മ, ആ അമ്മ പരമഭക്ത ദേവിയല്ലേ, ദേവിയുടെ അവതാരം തന്നെയാണ്. അതുകൊണ്ടാണ് ഇത്രയും ജനങ്ങൾ അവിടെ വന്ന് എന്താ അവിടെ ഇല്ലാത്തത്? കൊണ്ട് മറിക്കുകയല്ലേ? അവർ ചോദിച്ചിട്ടാണോ? അതാ എന്തും അവിടെ കൊണ്ട് മറിക്കുക. കാരണം എന്താണ്? ഇതുപോലെ അവർ ഒരുപാട് കുട്ടിനാളിലൊട്ടേ അവർ കായൽവാരത്തോ കണ്ട് ധ്യാനിക്കുന്ന ഇതിൻ്റെയൊക്കെ ഞാൻ എൻ്റെ ഫോട്ടോ കണ്ടിട്ടുണ്ട് പണ്ട്. അപ്പോൾ അങ്ങനെ യാതൊന്നിനും വേണ്ടില്ല, അവർ ഭഗവാനെ മാത്രം അതുകൊണ്ട് സേവിച്ചതിൻ്റെ ഫലം ഭഗവാൻ തന്നെ അവർക്ക് പ്രത്യക്ഷമായ അനുഗ്രഹം കൊടുത്ത് നല്ല ഒരു ഇതായി. അപ്പോൾ എന്തെന്ന് സർവ്വതും അവർക്കൊന്നും വേണ്ടെങ്കിൽ അവിടെ എല്ലാം എത്തുന്നില്ലേ? ഏതെല്ലാം രാജ്യത്തു നിന്നാണ് എത്തുന്നത്? അപ്പോൾ മനസ്സിലായിക്കോണം,
അതോ അവിടെ എന്തെങ്കിലും നശിച്ചു പോയോ? എല്ലാവരും പറയും ഭഗവാനെ പ്രാർത്ഥിച്ചാൽ എല്ലാം നശിക്കുമെന്ന്. എന്ത് നശിച്ചു? എത്രത്തോളം ഉണ്ടായി? പാവപ്പെട്ട ആൾക്കാർക്ക് എത്രമാത്രം വീടും അതും ഇതൊക്കെ വെച്ച് കൊടുക്കുന്നു. ഉള്ള ജനങ്ങൾ കൊണ്ടു കൊടുക്കുന്നു, ഉള്ള ജനങ്ങൾ കൊടുക്കുന്നു, ഇല്ലാത്തവർക്ക് അവർ പങ്കിട്ട് കൊടുക്കുന്നു. അവർക്ക് എന്താ കുഴപ്പം? അവിടെ എന്തില്ല? അതുകൊണ്ട് എൻ്റെ ഭക്തർക്ക് കാമമില്ല, ആഗ്രഹമില്ല. എങ്കിലും എന്നെ വേണ്ടി സർവ്വസിദ്ധി കാമങ്ങളും എൻ്റെ ഭക്തരെ ചെന്ന് സേവിച്ചിടും. ഈ ആഗ്രഹങ്ങളെല്ലാം ഭക്തന്മാരുടെ അടുക്കലേക്ക് ചെല്ലും. എന്നെ ഭജിയാത്തവർക്കൊന്നുമേ വരാ. അതാണ് നോക്കണം. എന്നെ ഭജിക്കാത്തവർക്ക് ഒന്നും കിട്ടത്തില്ല. ഒരു ഗ്ലാസ് പച്ചവെള്ളം പോലും ആരും കൊടുക്കത്തില്ല. അത്രയേ ഉള്ളൂ. അപ്പം ചിന്തിച്ചോണം, ഇതിലേതാ വേണ്ടേ? ഈശ്വരനെ ഭജിക്കണോ അതോ ഭജിക്കണ്ടായോ? ചിലർ പറയും ഭഗവാനെ കൃഷ്ണനെ ഭജിച്ചാൽ എല്ലാം എടുത്ത് കളയും എന്ന്. ഇപ്പം എല്ലാം എടുത്ത് കളയുന്നത് ആണോ ഇപ്പം വായിച്ചത്? കിടക്കുന്നു, എന്നെ ഭജിയാത്തവർക്ക്, എന്നെ ഭജിക്കാത്തവർക്ക് ഒന്നുമേ വരാ, ഒന്നും കിട്ടത്തില്ല. അവർ ദാഹിച്ച വെള്ളത്തിനുണ്ട് അലഞ്ഞാലും കിട്ടത്തില്ല, ആരും കൊടുക്കത്തില്ല. അവിടെ കിടന്ന് വലയത്തേയുള്ളൂ. ഒരു വീട്ടിലോ എവിടെയെങ്കിലും കെട്ടുമുട്ടി കിടന്ന് നടക്കാൻ വയ്യാതെ കിടക്കും. ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയെങ്കിൽ എന്ന് ആഗ്രഹിക്കും, പക്ഷെ കിട്ടത്തില്ല, ഒന്നുമേ വരാ. അതേസമയം ഒരു ഭക്തനാണെങ്കിൽ ചേച്ചി വല്ലതും വെച്ചോ കുടിച്ചോ, ഇന്നതുകൊണ്ട് തരട്ടെ എന്ന് ചോദിക്കും. ഞാനങ്ങനെ അനുഭവസ്ഥയാണ്, അതുകൊണ്ട് എനിക്ക് പറയാം. എപ്പോഴും ചോദിക്കും, എന്ത് വെച്ചു? ഒറ്റയ്ക്കല്ലേ? എന്ത് വല്ലതും കുടിച്ചോ വെച്ചോ? ഇന്നതൊക്കെ ആയി കൊണ്ടുവരട്ടെ, വിളിച്ച് തരും എനിക്ക്, അല്ലെങ്കിൽ ഞാൻ ചെന്ന് വാങ്ങിച്ചു കഴിക്കാം, അല്ലെങ്കിൽ ഇവിടെ കൊണ്ടുതരും. എല്ലാ രീതിയിലും എനിക്ക് കൊണ്ടുതരും. എന്താ കാരണം? അതേസമയം എത്രയോ ജനങ്ങൾ പല പല വീടുകളിലും വയ്യാതെ കിടന്ന് കുടിവെള്ളം കിട്ടാതെ കിടന്ന് കഷ്ടപ്പെടുന്ന എത്രയോ ജനങ്ങളുണ്ട്. അപ്പം മനസ്സിലാക്കണം, ഭഗവാനെ ഭജിയാത്തവർക്ക് ഒന്നുമേ കിട്ടത്തില്ല. എന്നെ ഭഗവാനെ ഭജിയാത്തവർക്ക് ഒന്നുമേ ഒന്നും വരത്തില്ല, ഒന്നും കിട്ടത്തില്ല. അജ്ഞാനികളായി കിടന്ന് വലഞ്ഞിടും. ഒരറിവില്ലാത്ത മൂഢന്മാരായി വരും. മൃഗങ്ങൾക്ക് ഇഷ്ടംപോലെ കിട്ടും. കാരണം മൃഗങ്ങൾക്കൊന്നുമില്ലേ, വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങൾക്ക് എല്ലാം കൊടുക്കാനുള്ള തയ്യാറുണ്ട് ചില ജനങ്ങൾ. അല്ലാത്തൊരു തോട്ടിലോ ആറ്റിലോ പോയി കുടിക്കും, പുല്ല് തിന്നും, എല്ലാം കിട്ടും. അതേസമയം ആ മൃഗത്തിനെ തുല്യം പറയാൻ പറ്റത്തില്ല. കാരണം അജ്ഞാനികളായി കിടന്ന് വലഞ്ഞിടും. ഈ ഭഗവാനെ അറിയാത്തവർക്ക് ഒന്നും കിട്ടത്തുമില്ല, ഒരറിവില്ലാതെ കിടന്ന് കഷ്ടപ്പെടും. വിജ്ഞാന സിദ്ധിക്ക് അവരെ ഞാൻ ശിക്ഷിപ്പു, എന്നോട് കാരുണ്യം ഉണ്ടാകയാലിക്ക. എന്നിട്ട് എന്ത് വരും? അജ്ഞാനികളെ കിടന്ന് വലഞ്ഞു വരുമ്പോൾ ഭഗവാൻ വിജ്ഞാന സിദ്ധിക്ക് വേണ്ടി അവരെ ശിക്ഷിക്കും. ഭഗവാൻ ഇങ്ങനെ കിടന്ന് അറിവില്ലാത്ത മൂഢന്മാരുടെ അഹങ്കാരം കൊണ്ട് കിടക്കുന്നവരെ ഭഗവാൻ നല്ലവണ്ണം ശിക്ഷിച്ചിട്ട് വിജ്ഞാനം കിട്ടാൻ, ഈ യഥാർത്ഥമായ ജ്ഞാനം ഉണ്ടാവാൻ, വിജ്ഞാനത്തിന് വേണ്ടി അജ്ഞാനികളായവർക്ക് വിജ്ഞാനം കിട്ടാൻ വേണ്ടി ഭഗവാൻ അവരെ ശിക്ഷിച്ചിട്ട് ഈ സിദ്ധി കൊടുക്കും. അല്ലാതെ എന്ത് ചെയ്യും? പിതാവായി പോയില്ലേ, അടി കൊടുക്കാതെ നന്നാവത്തില്ലേ, പിന്നെ അടി കൊടുത്തല്ലേ പറ്റൂ. അതുകൊണ്ട് അജ്ഞാനികളായി കിടന്ന് വലഞ്ഞിടും. ഭഗവാനെ ഭജിച്ചില്ലെങ്കിലോ ഒന്നും കിട്ടത്തുമില്ല. അജ്ഞാനികളായി കിടന്ന് വലഞ്ഞിട്ട് അവരെ വിജ്ഞാന സിദ്ധിക്ക് വേണ്ടിയിട്ട് അവരെ ശിക്ഷിച്ചിട്ട് എന്നോട് കാരുണ്യം ഉണ്ടാകാലിക. ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ്, ഭഗവാന്റെ സന്തതികളായി പോയത് കൊണ്ട് ഭഗവാൻ ഇതൊക്കെ അങ്ങനെ ചെയ്യും. മന്നതി പാരം പരാധീനമെന്നോർത്ത്, അതായത് എന്നെ ഭജിക്കുന്നത് കഷ്ടമെന്നോർക്ക്. ഈ പറഞ്ഞതുപോലെ ഭഗവാൻ തന്നെ പറയുന്നു, എന്നെ ഭജിച്ചാൽ ഒന്നും കിട്ടത്തില്ല, എല്ലാം ഉള്ളവരുടെ കളയും എന്ന് പറയുന്നൊരു പഴമൊഴി ഇതിൽ കിടപ്പുണ്ട്. അതിനുവേണ്ടി ഭഗവാൻ പറയുന്നു, മന്നതി എന്നെ പാരം പരാധീനമെന്നോർത്ത്. ഭഗവാനെ കൃഷ്ണനെ ഭജിച്ചാൽ, നാരായണനെ ഭജിച്ചാൽ കഷ്ടമാണ്, നമുക്കൊന്നും ഇല്ലാതെ നശിച്ചു പോകും എല്ലാം എന്ന് പരാധീനമെന്ന് കരുതി സർവദാ എൻ മായയാ ഗുണബദ്ധരായി സർവധാതൃ സുരേന്ദ്രാദിയായുള്ളൊരു മായാ ഗുണന്മാരെ വേഗന സേവിച്ചു മായയാ ക്ഷിപ്രപ്രസാദികൾ തമ്മോട് വേണ്ട ധനങ്ങൾ കാമങ്ങൾ ലഭിച്ചുടൻ ഇണ്ടലോടെ ഭവസാഗരെ മഗ്നരായി വാഴുന്നതെന്ന് ധർമാത്മൻ തന്നോട് ആഴിവർണ്ണൻ അരുളി ചെയ്തതു ഭൂപതേ. അതായത് ഈ 3 ത്രിമൂർത്തികളുടെ കാര്യമായി പറയുന്നത്. അപ്പം ഈ മന്നതി എന്നെ പാരം പരാധീനമെന്ന് ഓർത്ത് സർവദാ ഭഗവാന്റെ മായയാ ഗുണബദ്ധരായിക്കൊണ്ട് എന്ത് പറയുന്നു? അയ്യോ കൃഷ്ണനെ ആരും ഭജിക്കല്ലേ, പരാധീനം വന്നുപോകും, നമുക്ക് കഷ്ടപ്പാടും ദുരിതങ്ങളും ആയിപ്പോകും എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാന്റെ മായയിൽപ്പെട്ട് ബദ്ധരായിട്ട്. ഇത് മായ, അതായത് ഇന്ന് അറിവില്ലാത്ത ജനങ്ങൾ ഇത് വായിച്ച് മൊത്തം മനസ്സിലാക്കാതെ എന്തിനാണ് ഭഗവാൻ എടുത്ത് കളയുന്നത്, അഹങ്കാരികൾക്കാണെന്ന് ഞാൻ പഠിച്ചതുപോലെ പഠിക്കാതെ മറ്റുള്ള ഒരു വരി വായിച്ചിട്ട് കൃഷ്ണനെ ആരും ഭജിക്കല്ലേ, എല്ലാ സ്വത്തുക്കളും എടുത്ത് നശിച്ചു കളയും എന്ന് മാത്രം ഒരു വരി പഠിച്ചു വയ്ക്കും. ഇന്ന് ബൈബിൾ വായിക്കുന്നു അങ്ങനെയാണ് ക്രിസ്ത്യാനികൾ, ഒരു വരി പഠിച്ചിട്ട് അത് വെച്ചങ്ങ് പുലമ്പും. അതുപോലെ ഇതിനകത്ത് ഈ പറഞ്ഞ വാക്ക് ഒരു വരി മാത്രം പഠിച്ചിട്ട് അയ്യോ കൃഷ്ണനെ പ്രാർത്ഥിച്ചാൽ സർവ്വ സുഖ സൗകര്യം പോക്കും,
പിന്നെ ശിവനെ പ്രാർത്ഥിച്ചാൽ ഇഷ്ടം പോലെ കിട്ടും. അതിനെപ്പറ്റിയാണ് ഇനി പറയാൻ പോണത്. അപ്പോൾ ഈ കാര്യം യുധിഷ്ഠിരൻ ഭഗവാനോട് ചോദിക്കുക. സർവദാ എൻ മായയാ ഗുണബദ്ധരായി. എന്താ ഗുണബദ്ധരായി? രജോ ഗുണം, തമോ ഗുണം, സാത്വിക ഗുണം എന്ന 3 ഗുണങ്ങളുണ്ട്. അപ്പോൾ ഈ മായയിൽപ്പെടുന്ന രജോ ഗുണക്കാരാണ്. അപ്പോൾ ഈ മായയിൽപ്പെട്ട് സർവദാ ഭഗവാന്റെ തന്നെ മായയിൽപ്പെട്ട് ബദ്ധരായിട്ട് സർവ, അതായത് ശിവൻ, ധാതൃ ബ്രഹ്മാവ്, സുരേന്ദ്രാദിയായുള്ളവർ, ഇങ്ങനെ സുരേന്ദ്ര ദേവന്മാർ, ഇങ്ങനെ ഉള്ളവരെ മായാഗുണന്മാരെ വേഗേന സേവിച്ച് എന്താണ് ശിവനെയും ബ്രഹ്മാവിനെയും ഈ മായയിൽപ്പെട്ട് കഷ്ടപ്പെട്ട് നമുക്ക് ഒരു നന്മയൊന്നും ഇല്ലെങ്കിൽ പോലും, ദുഷ്ടനായാൽ പോലും ബ്രഹ്മാവിനെയും ശിവനെയും ചെന്ന് തപസ് ചെയ്താൽ നമുക്ക് നമ്മൾ നന്മ ഉള്ളവരാണോ എന്ന് ഒന്ന് തിരിച്ചറിയാതെ ഏത് ദുഷ്ടനായാലും ഇവരെയൊക്കെ തപസ് ചെയ്താൽ അവർ വേഗം അനുഗ്രഹം കൊടുത്ത് സുഖസൗകര്യങ്ങൾ കൊടുക്കും. അതാണ് ഇവിടെ യുധിഷ്ഠിരൻ ഭഗവാനോട് ചോദിക്കുന്നത്, കൃഷ്ണനോട് ചോദിക്കുന്നത്. അതിനെപ്പറ്റിയായി പറയുന്നത്. അപ്പം ഭഗവാന്റെ മായയിൽപ്പെട്ട് ബദ്ധരായി ഈശ്വരൻ്റെ പരമാത്മാവായ കൃഷ്ണനെ പ്രാർത്ഥിച്ച പരാധീനമെന്ന് ഓർക്കും. അയ്യോ കൃഷ്ണനെ പ്രാർത്ഥിക്കല്ലേ, പരാധീനപ്പെട്ടു പോവും, എല്ലാം നശിച്ചു പോവും, സ്വത്തൊക്കെ പൊക്കളയും, അതുകൊണ്ട് അങ്ങനെ പാടില്ല എന്നുള്ള ഒരു പഴമൊഴി പണ്ടേ ഇത് പറയുന്നതുകൊണ്ട് ചോദിക്കുന്ന സർവദാ ഭഗവാന്റെ മായയിൽപ്പെട്ട് ബദ്ധരായിട്ട് എന്ത് ചെയ്യും? ആരെ പ്രാർത്ഥിക്കും? ശർവനെയും ധാതൃ വിധാതാവ് ബ്രഹ്മാവിനെയും രുദ്രനെയും, അത് ശിവനെയും സുരേന്ദ്രാദിയുള്ളവരെയും മായാഗുണന്മാരെ, ഇങ്ങനെ മായയിൽപ്പെട്ട ഗുണമുള്ളതാണ്. മായാഗുണന്മാരാണ്. രജോ ഗുണം മായയാണ്. അപ്പം ബ്രഹ്മാവ് എന്താണ്? രജോ ഗുണമാണ്. പിന്നെ തമോ ഗുണമാണ് ശിവന്. അപ്പോൾ ഈ മായാഗുണന്മാരെ വേഗേന ചെന്ന് സേവിക്കും. എന്താ? കൃഷ്ണനെ സേവിക്കത്തില്ല. കൃഷ്ണൻ ഉള്ള സ്വത്തുക്കളും ഗുണങ്ങളൊക്കെ എടുത്ത് കളഞ്ഞിട്ട് കഷ്ടപ്പെടുത്തും. അതുകൊണ്ട് ഈ ബ്രഹ്മാവിനെയും ശിവനെയും പ്രാർത്ഥിക്കാൻ പോകും, വേഗന പോയി സേവിക്കും. എനിക്ക് ഇപ്പം ശിവനെ പ്രാർത്ഥിച്ച് തപസ്സായി പെട്ടെന്ന് അനുഗ്രഹം കിട്ടും, ബ്രഹ്മാവിനെയും പ്രാർത്ഥിച്ച വെക്ക അനുഗ്രഹം കിട്ടും. കാരണം നമുക്കറിയാം ഏത് ദുഷ്ടന്മാർ പ്രാർത്ഥിച്ചാലും ഇപ്പോൾ രാവണൻ തന്നെ തപസ്സായിട്ട് ഓരോ തലയറുത്ത് 9 കഴിഞ്ഞ് 10ാമത്തെ വാഴ വാങ്ങി പെട്ടെന്ന് ശിവൻ പ്രത്യക്ഷപ്പെട്ടില്ലേ? അതാണ് ശിവൻ്റെ. എന്നാൽ രാവണൻ്റെ അഹങ്കാരം എന്താണെന്നോ രാവണൻ്റെ നന്മ എന്താണെന്നോ അവൻ നല്ലവനോ ചള്ളവനോ തിരിച്ചറിയാതെ അങ്ങ് വരം കൊടുക്കും. ഇതാണ് ശിവനും ബ്രഹ്മാവും ചെയ്യുന്നത്. പക്ഷേ ഭഗവാൻ കൃഷ്ണൻ അങ്ങനെ ചെയ്യില്ല. നാരായണൻ വേറെയാണ്, മാറി വരണം ചെയ്യാൻ. എല്ലാം അരിച്ചു പറക്കി കുടിച്ച് നോക്കും, ഇവൻ്റെ ഹൃദയം എങ്ങനെ ഉണ്ട്, ഇവൻ്റെ സ്വഭാവം നല്ലതാണോ, എന്നിട്ടേ ഭഗവാൻ കൊടുക്കൂ. അതുകൊണ്ടാണ് താമസം കൃഷ്ണന് കൊടുക്കാൻ. കാരണം സാത്വിക ഗുണം എടുത്ത് ഭഗവാൻ മോക്ഷദായകനാണ്. നമുക്ക് മോക്ഷമാണെങ്കിൽ എല്ലാത്തിൽ നിന്നും വിരമിച്ച് നന്മ കൊണ്ട് നിറച്ചൊരു വ്യക്തിക്ക് മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് മറ്റുള്ള ദേവന്മാർ, അതായത് ബ്രഹ്മാവും ശിവനും ഒക്കെ ഇത് നോക്കാതെ ഏത് ദുഷ്ടനെ വേണമെങ്കിലും കൊടുക്കും. അതുകൊണ്ടോട് ചോദിക്കും, സർവധാതൃ സുരേന്ദ്രാദി അവരെല്ലാവരും മായാഗുണന്മാരെ, ഈ മായയിൽപ്പെട്ട നമ്മളെപ്പോലുള്ളവരെ വേഗന ചെന്ന് സേവിച്ചാൽ നമുക്ക് മായയിൽ നിന്നും മറികടക്കാതെ ചെന്ന് ചോദിക്കുന്നത്. ഈ ലോകത്തിലെ ജീവിതത്തിൽ കിടന്ന് കഷ്ടപ്പെട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നവരാണ് ചെന്ന് പ്രാർത്ഥിക്കുന്നത് ശിവനെയും ബ്രഹ്മാവിനെയും. അതുകൊണ്ട് മായാഗുണന്മാരെ വേഗേന സേവിച്ച് മായയാ പെട്ടെന്ന് തന്നെ ക്ഷിപ്രം, പെട്ടെന്ന് തന്നെ പ്രസാദികൾ തമ്മോട് വേണ്ടും ധനങ്ങൾ, കാമങ്ങൾ, ആഗ്രഹങ്ങളെല്ലാം ലഭിക്കും. എവിടെ ചെന്നാലാ? ബ്രഹ്മാവിനെടുക്കലും ശിവനെടുക്കലും. അതേസമയം നാരായണൻ കൃഷ്ണൻ അങ്ങനെ ചെയ്യുമോ? ഇല്ല. ഇണ്ടലോടെ ഭവസാഗരെ എന്തു ചെയ്യും? മഗ്നരായി വാഴുന്നതെന്ന്. ഇങ്ങനെയാണല്ലോ ഭഗവാനെ എന്ന് കൃഷ്ണനോട് ധർമാത്മജൻ തന്നോട് ആഴിവർണ്ണൻ അപ്പോൾ അരുൾ ചെയ്തു ഭൂപതേ. ഇതിന് തിരിച്ച് മറുപടി എന്താ പറയുന്നത്? ഇങ്ങനെ ചോദിച്ച് ഈ യുധിഷ്ഠിരൻ എന്ന് പറഞ്ഞ ആരാ? പാണ്ഡവരുടെ മൂത്തയാൾ ചോദിക്കുന്നു. രാജസൂയത്തിൻ്റെ അന്ന് ഭഗവാനോട് ചോദിച്ചു, എന്താ ഭഗവാൻ കൃഷ്ണനെ നാരായണനെ പ്രാർത്ഥിച്ചാൽ എല്ലാം നശിച്ചു പോകുന്നത് കൊണ്ട് ഈ മായയിൽപ്പെട്ട് ഉഴലുന്നവർ പെട്ടെന്ന് നിന്ന് ബ്രഹ്മാവിനെയും ശിവനെയാണല്ലോ തപസ് ചെയ്യുന്നത്, പെട്ടെന്ന് ഗുണം കിട്ടാൻ, അതെന്താ കാരണം എന്ന് ചോദിച്ചു. അതിന് ആഴിവർണ്ണൻ അപ്പോൾ ഭഗവാൻ നാരായണ കൃഷ്ണൻ പറയുന്നു, ഭൂപതേ യുധിഷ്ഠിരാ, മൂർത്തികൾ മൂവരും ശാപവരപ്രദരാൽ ഓർത്താൽ, ഈ മൂർത്തികൾ, അത് ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ മൂർത്തികൾ മൂവരും ശാപവരപ്രദർ ഓർത്താൽ, ഇവരെല്ലാം ശാപവരങ്ങളെല്ലാം ചെയ്യുന്നവരാണ്. ശാപവരപ്രദർ ഓർത്താൽ അതിൽ ശിവനും ധാതാവും അൻപോട് ശാപവരങ്ങൾ കൊടുക്കും, പെട്ടെന്ന് തന്നെ സന്തോഷത്തോടെ കൊടുക്കും. ആരൊക്കെയാ? ശിവനും
ബ്രഹ്മാവ്, ധാതാവശ ബ്രഹ്മാവ്. ഭഗവാൻ പറഞ്ഞു, കൃഷ്ണൻ പറഞ്ഞു, ശരിയാണ്, ഇവർ മൂർത്തികൾ മൂവരിൽപ്പെട്ട് എല്ലാവർക്കും ഇതുണ്ടെങ്കിലും പെട്ടെന്ന് കൊടുക്കുന്ന ശിവനും ബ്രഹ്മാവുമാണ്. ശാപവരങ്ങൾ കൊടുക്കും, ക്ഷണം കൊണ്ട് പെട്ടെന്ന് തന്നെ കൊടുക്കും. പാപഹാരി ജഗന്മംഗലൻ മാധവനാണെങ്കിലോ, പാപഹാരി വെച്ചാൽ പാപങ്ങളെല്ലാം നശിപ്പിക്കുന്ന കൃഷ്ണനാണെങ്കിലോ, നാരായണൻ, കൃഷ്ണൻ, മഹാവിഷ്ണു, ജഗന്മംഗലൻ, ജഗത്തിൻ്റെ മംഗലൻ മാധവൻ എന്ത് ചെയ്യുന്നു? നല്ല വരത്തിനും ശാപത്തിനും ബഹു ചെല്ലുമേ കാലവും എന്നറിഞ്ഞിട്ടോ. ഒരുപാട് താമസം എടുക്കും ഭഗവാൻ കൃഷ്ണൻ വരം കൊടുക്കാൻ. നല്ല വരം കൊടുക്കണമെങ്കിലും ശാപത്തിനാണെങ്കിലും ആലോചിക്കും, ഇവൻ എങ്ങനെ ഉള്ളവനാണെന്ന് അളന്ന് നോക്കും. അടിവെട്ട് മുടി വരെ നോക്കും, മുടിവെട്ട് അടിവരെ നോക്കും, ഇടത്തോട്ടും വലത്തോട്ടും ഒക്കെ നോക്കും. വണ്ണവും നീളവും വെയിറ്റും ഒക്കെ തൂക്കി ഗുണിച്ച് ഹരിച്ചൊക്കെ നോക്കിയിട്ടേ ഭഗവാൻ കൃഷ്ണൻ കൊടുക്കും. കാരണം എവിടെയെങ്കിലും ഒന്ന് തെറ്റുപറ്റിപ്പോയാൽ വല്ല രക്ഷയുണ്ടോ? നന്നായി ശ്രദ്ധിക്കും. അതുകൊണ്ട് നല്ല വരത്തിനും ശാപത്തിനും ബഹു അത്രമാത്രം സമയം എടുക്കും, കൂടുതൽ കാലം ചെല്ലും. അങ്ങനെ ചെല്ലും കാലവും എന്നറിഞ്ഞിട്ടോ. അത് ഒരുപാട് താമസിക്കുന്ന അറിയൂ യുധിഷ്ഠിരാ. സാത്വികനായ നിഷ്കാമ നിലയനൻ. അപ്പം ഭഗവാൻ നാരായണൻ അതായത് എന്താ പറയുക, നിഷ്കാമ സത്വം, അതാണ് സാത്വികനാണ്, നിഷ്കാമനാണ്. അതാണ് ഭഗവാൻ നാരായണൻ. സാത്വികനാണ് എന്നുവെച്ചാൽ സാത്വികനും തമം രജവും എന്ന 3 എണ്ണത്തിൽ ഗുണം ഏതാണ്? സാത്വികമാണ്. അപ്പോൾ സാത്വികനായ നിഷ്കാമ നിലയനാണ്. അത്രമാത്രം ഭഗവാൻ നിഷ്കാമനാണ്. ഒന്നിനും ആഗ്രഹമില്ലാത്ത പരമാത്മാവാണ് കൃഷ്ണൻ നാരായണൻ. നിഷ്കാമ നിലയനൻ സത്യസ്വരൂപനാണ് ഭഗവാൻ പാവ്. അങ്ങുള്ള വിഷ്ണുവാണെന്ന് അറിയണം ഭഗവാൻ കൃഷ്ണൻ. അതുകൊണ്ട് നിഷ്കാമ സത്വം ഭജിയാതെ ആരാലും മുക്തി നൽകിടുവാനാമല്ല നിർണയം. അങ്ങനെയുള്ള ഭഗവാൻ നാരായണൻ കൃഷ്ണൻ നിഷ്കാമനാണ്, സാത്വികനാണ്, സത്യസ്വരൂപനാണ് വിഷ്ണു. അങ്ങനെ നീ മനസ്സിലാക്കൂ യുധിഷ്ഠിര. അതുകൊണ്ട് നിഷ്കാമ സത്വമായിരിക്കുന്ന ആ പരമാത്മാവിനെ ഭജിയാതെ, ആർക്കും ഭജിക്കാതെ, അതായത് ഇവിടെ അവരവരുടെ ആവശ്യത്തിന് വേണ്ടിയാണ് ഇവിടെ ധാതാവിനെയും ശിവനെയും ഭജിക്കുന്നതാനും ഓർമ്മ വേണം. കാരണം ബദ്ധരാണവർ. ഈ ലോകത്തിൽ ബന്ധപ്പെട്ട് ഉഴന്ന് യാതൊരു അറിവില്ലാത്ത മൂഢന്മാരാണ്. കാര്യസാധ്യത്തിന് വേണ്ടിയാണ് ബ്രഹ്മാവിനെയും ശിവനെയും തപസ് ചെയ്യുന്നത്, അവരുടെ ആവശ്യത്തിന് വേണ്ടി. ഇവിടെ ഭഗവാനെ ആരാധിക്കുന്നത് യാതൊന്നിനും വേണ്ടിയല്ല, ഭഗവാനിൽ ചേരാനാണ്. മുക്തിദായകനാണ്. ഒന്നിനും വേണ്ടിയല്ല ഭഗവാനെ ഭജിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞ് ഭജിക്കുക അല്ല ചെയ്യുക ഭഗവാനെ, കൃഷ്ണനെ. അത് നിഷ്കാമ സത്വം ഭജിയാതെ ആരും നിഷ്കാമ സത്വം ഭജിക്കണം. നമ്മൾ ഒന്നിനും ആഗ്രഹിക്കാതെ ഭജിക്കണം. ഭഗവാൻ നിഷ്കാമ നിലയനാണ്. ആ നിഷ്കാമ നിലയനായതുകൊണ്ട് നമ്മൾ നിഷ്കാമ സത്വമായിരുന്ന ആ ഭഗവാനെ അതേപോലെ നമ്മൾ ഭജിക്കണം. യാതൊരു ആഗ്രഹത്തിനും വേണ്ടി അല്ല ഭജിക്കേണ്ടത്. അങ്ങനെ ഭജിക്കാത്ത ആർക്കും മുക്തി നൽകിയിടുവാനാമല്ല നിർണയം. അങ്ങനെയുള്ളവർക്ക് ഭഗവാന് കൊടുക്കാൻ പറ്റത്തില്ല. ഭഗവാനെ നിഷ്കാമസത്വമായിട്ട് തന്നെ ഭജിക്കണം. യാതൊരു ആഗ്രഹത്തിനും വേണ്ടി ഭജിച്ചാൽ കൊടുക്കില്ല. പരമാത്മാവ് എന്താണ്? നിഷ്കാമനാണ്, നിഷ്കാമ നിലയനാണ്. ഭഗവാൻ യാതൊന്നിനും വേണ്ടി നിലനിൽക്കുന്നതല്ല ആ ഈശ്വരൻ. അതുകൊണ്ട് നമ്മളും അതുപോലെ ആകണം. അപ്പോൾ നിഷ്കാമ നിലയനായ പരമാത്മാവ് സത്യസ്വരൂപനെ നിഷ്കാമസത്വം തന്നെ നമ്മൾ ഭജിച്ചാൽ അല്ലാത്തവർക്കൊന്നും മുക്തി നൽകിയോടാൻ പറ്റത്തില്ല. അത് നിർണയമാണ്. ഞാൻ കൊടുക്കില്ല. യുധിഷ്ഠിരനോട് പറഞ്ഞു, എനിക്കത് പറ്റില്ല. എനിക്ക് നിഷ്കാമസത്വം ഭജിക്കുന്ന ഭക്തന്മാർക്ക് മാത്രമേ എൻ്റെ നിന്ന് ഒരു വരം കിട്ടത്തുള്ളൂ. എന്നിട്ട് ആയതുകൊണ്ട് മുകുന്ദ ഗുണത്തെയും മാധവനെയും ഭജിക്കാതെ, അതുകൊണ്ട് എന്ത് വന്നു? മുകുന്ദ ഗുണം. എന്താ മുകുന്ദ ഗുണം? സാത്വിക ഗുണം, സത്വഗുണം. ഈ സത്വഗുണത്തെയും ഭഗവാൻ മാധവനെയും, മഹാവിഷ്ണു നാരായണൻ മാധവനായിട്ട് അവതരിച്ച കൃഷ്ണനെ ഭജിക്കാതെ മുക്തിയും ആരാലുമേ കൊടുത്തിടുവാനാമല്ല. ആർക്കും കൊടുക്കാൻ പറ്റില്ല. ഭഗവാൻ എങ്ങനെയാണോ അങ്ങനെ നമ്മളാകണം. നിഷ്കാമ നിലയനാണ് ഭഗവാൻ. യാതൊരു ആഗ്രഹമില്ലാത്ത ഭഗവാൻ, ഒരാഗ്രഹമില്ലാത്ത ഭഗവാൻ. ആരോട് സംഘമില്ല. നമ്മളും മമതയെല്ലാം കളഞ്ഞ് ആരോട് സംഘമില്ലാതെ പരമാത്മാവിൽ തന്നെ ലയം പ്രാപിക്കണം, യാതൊരു ആഗ്രഹം കൂടാതെ. അങ്ങനെ ഉണ്ടെങ്കിലേ എൻ്റെ നിന്ന് ഒരു വരം കിട്ടത്തുള്ളൂ. അല്ലാതെ എനിക്ക് ആർക്കും കൊടുക്കാൻ പറ്റില്ല. അത് അങ്ങനെ ആയതുകൊണ്ട് മുകുന്ദ ഗുണത്തെ, ഭഗവാന്റെ നാരായണൻ്റെ ഗുണത്തെ, സത്വഗുണത്തെയും മാധവനെയും, അങ്ങനെ ഇരിക്കുന്ന സത്വഗുണവാനായിരിക്കുന്ന ഭഗവാൻ കൃഷ്ണനെയും ഭജിക്കാതെ മുക്തി ആരാലുമേ കൊണ്ടിടുവാനാമല്ല.
പാരിതിലെന്ന ദൃഢത്തെ പറഞ്ഞു ഈ ഭൂമിയിൽ നടക്കത്തില്ല. ആ ദൃഢമാണ് ഭഗവാൻ പറഞ്ഞു, ഇത് ദൃഢമാണ് ഈ പറയുന്നത്. പക്ഷെ ബ്രഹ്മാവും ശിവനും അങ്ങനെയല്ല. ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്ന ജനങ്ങൾക്ക് എന്തെങ്കിലും അത് വേണം ഇത് വേണമെന്ന് പറഞ്ഞാൽ ഉടനെ ഭഗവാൻ കൊടുക്കും. അങ്ങനെ വേണമല്ലോ, ഓരോരുത്തർക്കും ഓരോ അവസ്ഥയാണല്ലോ, അവരും ജീവിക്കണം. അങ്ങനെ എല്ലാവരും ഒരുപോലല്ല. ഇവിടെ തെറ്റല്ല ഈ പറയുന്നത്, സത്യമാണ് പറയുന്നത്. ഇവിടെ ഇപ്പോൾ എനിക്ക് ഇപ്പോൾ യാതൊരു വിവരവും അറിയില്ല. എനിക്ക് കുറേ കാര്യങ്ങൾ ആഗ്രഹങ്ങളുണ്ട്. ഞാൻ അപ്പോൾ എന്ത് ചെയ്യും? ഞാൻ പോയി ഭഗവാനെ ശിവഭഗവാന്റെ അടുക്ക പോയി പ്രാർത്ഥിക്കും. അതിന് തെറ്റാന്ന് ആരും പറയത്തില്ല. ആവശ്യങ്ങൾക്ക് അങ്ങനെ ഓരോ ഭാഗങ്ങളുണ്ട്, അവിടെ പോയി പ്രാർത്ഥിക്കുക, വാങ്ങിക്കുക. പക്ഷേ നാരായണൻ കൃഷ്ണൻ ചെയ്യത്തില്ല. നന്നാക്കി സ്വന്തം മക്കളെ എങ്ങനെ നന്നാക്കി എടുക്കും, അത് നന്നാക്കി നല്ല ഒരു കുട്ടിയാക്കി തന്നെ എടുക്കും. അതുകൊണ്ട് ഇത് പാരിതിൽ ഈ ഭൂമിയിൽ ഇത് ദൃഢമാണ് ഭഗവാൻ പറഞ്ഞു, ദൃഢത്തെ പറഞ്ഞത്. ദോഷങ്ങൾ മുമ്പേ കളഞ്ഞ് മഹാവിഷ്ണു തോഷിച്ച് നാശമില്ലാതെ പദം നൽകും. അപ്പം എന്ത് വന്നു? ദോഷങ്ങളൊക്കെ മുമ്പേ കളയും, അടിച്ച് പഴിപ്പിച്ച് നമ്മളെ നന്നാക്കി എടുപ്പിക്കും. അടിച്ച് പഴിപ്പിച്ച് ഒന്നും കൊടുക്കാതിട്ട് വലച്ച് കഷ്ടപ്പെടുത്തി നരകിപ്പിച്ചിട്ട് പിന്നെ അവർ ചെല്ലും ഭഗവാനെ എന്ന് പറഞ്ഞ് ചെന്നിട്ട് സജ്ജന സംഗമം കൂടും, ഭഗവത് പാരായണം കേൾക്കും. നന്നായി മനസ്സിലാക്കി നന്നാക്കി എടുക്കാൻ ഭഗവാൻ എന്ത് ചെയ്യും? ദോഷങ്ങൾ മുമ്പേ കളയാനാണ് അടി കൊടുക്കുന്നത്. എന്നിട്ട് അവർ നന്നായി വരുമ്പോൾ എന്ത് ചെയ്യും? മഹാവിഷ്ണു കൃഷ്ണൻ തോഷിച്ച് നാശമില്ലാതെ പദം കൊടുക്കും, ഒരിക്കലും നശിക്കാത്ത പരമാത്മ പദം കൊടുക്കും. അവിടെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ബെല്ലും ബ്രേക്കുമല്ല, ഭഗവാൻ കൊടുത്തിരിക്കും. ആ അർഹതപ്പെട്ടവർ കൊടുക്കാനാണ് ഭഗവാൻ ഇരിക്കുന്നത്. പക്ഷേ നന്നാക്കി എടുക്കും. മുമ്പേ എന്ത് ചെയ്യും? ദോഷങ്ങളെല്ലാം കളയിപ്പിക്കും, അടി കൊടുത്ത് നന്നാക്കിക്കും. നേരെ അങ്ങ് ചെല്ലാമെങ്കിൽ പിന്നെ അടിയുടെ ആവശ്യമില്ല. ഒരു നല്ലവനായിട്ട് ചെന്നാലുണ്ടല്ലോ, എന്നാൽ പിന്നെ അടിയുടെ ആവശ്യമൊന്നുമില്ല, എല്ലാം അങ്ങ് നേരെ കിട്ടിക്കൊള്ളും. അത് ചെയ്യാത്തടത്തോളം കാലം മൂഢരായിട്ട് കിടന്നാൽ ഭഗവാൻ അടിച്ച് തന്നെ പഴിപ്പിച്ച് ഇഷറ എണ്ണിച്ച് നന്നാക്കിയെടുത്ത് ഇതൊക്കെ കൊടുക്കുന്നത് എങ്ങനെയാ? തോഷിച്ച് നാശമില്ലാതെ കൊടുക്കും പദം. ഭഗവത്പദത്തിൽ നിന്ന് ചേരും നമ്മൾ. എന്നിട്ട് സേവിച്ചവർ തന്നെ ഗുണദോഷം ഓരാതെ സേവിച്ച കാമം കൊടുപ്പൂ മറ്റേ വരും. മറ്റവരെന്ത് ചെയ്യും? ബ്രഹ്മാവും ശിവനും സേവിച്ചവർ തന്നെ ഗുണദോഷം ഓരാതെ സേവിക്കുന്നവരുടെ ഗുണവും ദോഷം തിരക്കത്തേയില്ല. ഇപ്പം ഞാൻ ചെന്ന് പരമശിവനോട് പ്രാർത്ഥിച്ച്, ഭഗവാനെ എനിക്ക് ഇന്ന കാര്യങ്ങളില്ല ഭഗവാനെ ശിവശങ്കര എന്ന് പറയും, കഷ്ടപ്പെട്ട് ഭഗവാന്റെ പാദത്ത് നമസ്കരിച്ച് ധ്യാനിച്ച് തപസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഏതാ നീ എത്ര വരെ കൊന്നെന്നും തിരക്കത്തില്ല, നീ ദുഷ്ടനാണോ നല്ലവനാണോ തിരക്കത്തില്ല, ഞാൻ എന്ത് വകുപ്പാന്ന് തിരക്കത്തില്ല, എൻ്റെ യാതൊരു ചിന്തയും ഭഗവാന് വേണ്ട. ഞാനവിടെ കുറച്ചാൾ പ്രാർത്ഥന നിന്ന് കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കും, ഭഗവാൻ എനിക്ക് തരും. എൻ്റെ ഗുണങ്ങളോ ദോഷമോ ഒന്നും ചിന്തിക്കത്തേയില്ല. പക്ഷേ കൃഷ്ണൻ അത് പറ്റത്തില്ല. അതുകൊണ്ട് സേവിച്ചവർ തന്നെ ഗുണദോഷം ഓരാതെ ശിവനെയും ബ്രഹ്മാനെയും സേവിച്ചാൽ അവരുടെ ഗുണദോഷമൊന്നും അറിയാതെ സേവിച്ച കാമം എന്താണ് നമ്മൾ ചോദിക്കുന്നത് അത് കൊടുപ്പൂ മറ്റേവരും. കൃഷ്ണനല്ല, ഇവിടെ ശിവനും ബ്രഹ്മാവും, അതാ മറ്റവർ ഇങ്ങനെ ചെയ്യും. കൃഷ്ണൻ പറഞ്ഞു മറ്റവർ അങ്ങനെ കൊടുക്കും, പക്ഷെ ഞാനിങ്ങനെ ചെയ്യത്തില്ല. മറ്റേവരും ഇന്ന് ശിവൻ തന്നെ ചരിതം അതും കേൾക്കാം. അതിന് ശിവൻ ഭഗവാന്റെ ഒരു ചരിതം എന്താ അവിടെ പറയുന്നു. അത് ആ വൃഗാസുര വധം. ഈ വൃഗാസുരൻ്റെ വധം എന്താ പറയുക, തപസ് ചെയ്ത് വരം കൊടുത്ത കാര്യം ഭഗവാൻ തന്നെ അക്കിളിയായി. അത് ഇനി നമുക്ക് അടുത്ത പ്രാവശ്യം വായിക്കാം. ഇതിൻ്റെ ഉദാഹരണം എന്താ? ഈ വൃഗാസുരന് ഭഗവാൻ ശിവശങ്കരൻ ഒരു നോട്ടം നോക്കാതെ അയാൾ ചോദിച്ച വരം കൊടുത്തതാണ്. അവസാനം പരമേശ്വരനെ ഇട്ട് കൊല്ലാനൊരുങ്ങി ഓടി അവസാനം നാരായണനെ രക്ഷിച്ചത്. അത് നമുക്ക് നാളെ വായിക്കാം. ഇതാ സംഭവം. ആളും തരം നോക്കാതെ വരം കൊടുത്താൽ എന്താണെന്നും കൂടെ ഇത് കിടപ്പുണ്ട്. ശിവശങ്കരനും ബ്രഹ്മാവൊക്കെ യാതൊന്നും നോക്കാതെ വരം കൊടുക്കുന്നതിൻ്റെ ഫലം ആപത്ത് തന്നെ ചാടും. നല്ലവർക്ക് മാത്രമേ ഇങ്ങനെയുള്ള വരം കൊടുക്കാവൂ. അവർ പാഴിക്കളയത്തില്ല, വെറുതെ ആരുടെ മണ്ടലിട്ട് പിന്നെ കുറ്റങ്ങൾ ചെയ്യത്തുമില്ല. ഒരു നന്മ നിറഞ്ഞൊരാൾക്ക് ദോഷം ചെയ്ത് അവർക്ക് എന്ത് വരവും കൊടുക്കാം. അഥവാ ഭഗവാൻ കൃഷ്ണൻ അങ്ങനെ നോക്കിയേ കൊടുക്കും. അവർ കൊള്ളാവുന്ന അവരുടെ പാത്രം നല്ലവനാണോ, അതെങ്ങനെ ഉണ്ട് എന്ന് നോക്കിയിട്ടേ നാരായണൻ കൃഷ്ണൻ വരം കൊടുക്കും. ശിവനും ബ്രഹ്മാവും നേരെ തിരിച്ചാണ്. നമ്മൾ ഏത് രീതിയിലാണ്, ഏത് ദുഷ്ടനോ നീചനോ എന്തോ തിരക്കത്തേയില്ല. നമ്മൾ 10 ദിവസമോ 15 ദിവസമോ മുടങ്ങാതെ ഭഗവാന്റെ 40 ദിവസം വ്രതം പിടിച്ച് ചെന്ന് ഭഗവാനെ ശിവശങ്കര, ഭഗവാനെ പരമേശ്വരനെ എന്നൊക്കെ പ്രാർത്ഥിച്ച് ശിവക്ഷേത്രത്തിലൊക്കെ പോയിരുന്ന് തപസ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടത് ഭഗവാൻ തരും. നമ്മൾ പിന്നെ അത് വിനിയോഗിക്കുന്ന വേറെ തെമ്മടുത്തത്തിനായിരിക്കും, അത് ഭഗവാൻ പിന്നെ അറിയുള്ളൂ. അതാണ് ഭഗവാന്റെ അതൊരു കാര്യമുണ്ട്. ഇതിലെല്ലാം വേണമല്ലോ, ലോകത്തെല്ലാം വേണം. അതിനല്ലേ ഓരോ ഗുണം കൊടുത്തേക്കുന്നത്. ഒരാൾക്ക് തമോ ഗുണം, ഒരാൾക്ക് രജോ ഗുണം, ഭഗവാൻ കൃഷ്ണന് സത്വഗുണം.
എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം, ഹരി ഓം, ഹരി ഓം.